filling us for His glory. Amen. Amen. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹൃദയം നിറഞ്ഞ സന്തോഷവുമായിട്ടാണ് കണിശമായിട്ടും നിങ്ങളുടെ മുമ്പിൽ ഈ വീൽ ചെയറിൽ ഞാൻ ഇരിക്കുന്നത്. ശാരീരികമായിട്ട് ബിജു പറഞ്ഞ പോലെ ക്ഷീണമുണ്ട്, പക്ഷെ അത് പ്രശ്നമല്ല. നിങ്ങളെ കാണുമ്പോൾ തന്നെ എൻ്റെ ഹൃദയം അങ്ങ് നിറയാണ്. ഇത്രയധികം ആളുകൾ, അതും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വചനപ്രഘോഷണം നടത്തുന്നവരും ഈശോ ഒത്തിരി സ്നേഹിക്കുന്നവരും എൻ്റെ മുമ്പിൽ കാണുമ്പോൾ എല്ലാം മറന്നു പോകുന്നു. പ്രിയപ്പെട്ടവരെ, ആദ്യം അല്പം പ്രാർത്ഥിച്ചു നമുക്ക് ആരംഭിക്കാം. ഒരു ചെറിയ പ്രാർത്ഥന. പറ്റുമെങ്കിൽ കണ്ണുകളടച്ച് ആ കൈകൾ മാറോട് ചേർത്ത് വയ്ക്കൂ. പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കായിട്ട് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ. അറിവും വിജ്ഞാനവും പകർന്നു തരണമേ. മാത്രമല്ല, കിട്ടുന്ന കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കാനുള്ള ധൈര്യവും തരണമേ. ഈശോയെ, ഇവിടെ മുരിങ്ങൂരിൽ ഈ ഹോളിൽ വന്നിരിക്കുവാൻ ഞാൻ യോഗ്യനല്ല. ഒരിക്കൽ പോലും ഈ സ്റ്റേജിൽ ഞാൻ പ്രസംഗിച്ചിട്ടുമില്ല. കർത്താവ് ഈ അവസരം തന്നതിന് ഞാൻ നന്ദി പറയുന്നു, സ്തോത്രം അർപ്പിക്കുന്നു. കർത്താവിൻ്റെ ഒരു തിരുവചനം വായിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ ആരംഭിക്കുന്നു. പ്രഭാഷകൻ പുസ്തകം അധ്യായം 2 വചനം 1. പ്രഭാഷകൻ അധ്യായം 2 വചനം 1. എൻ്റെ മകനെ, നീ കർത്തൃശുശ്രൂഷയ്ക്ക് ഒരുങ്ങുന്നുവെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടുവാൻ ഒരുങ്ങിയിരിക്കുക. നിന്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ. ആപത്തിൽ അടി പതരരുത്. അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. അഭിവന്യ സക്കറിയാസ് പിതാവേ, ബഹുമാനപ്പെട്ട വൈദികരെ, ഏറെ പേരും എൻ്റെ ഉത്തമ സുഹൃത്തുക്കൾ, മുഖങ്ങൾ കാണുന്നു, പരിചിതം, ഒന്നിച്ചു പ്രവർത്തിച്ചവരൊക്കെ, ബഹുമാനപ്പെട്ട അമ്മമാരെ, കന്യാസികളെ, ചിലരൊക്കെ എൻ്റെ ധ്യാനം കൂടിയവരെ എനിക്ക് മനസ്സിലാകുന്നു. സമർപ്പിതരായിട്ടുള്ള മറ്റുള്ളവരെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, വയസ്സായി ഞാൻ മക്കളെ എന്ന് വിളിക്കുന്നു, പ്രിയ മക്കളെ, പ്രൈസ് ദി ലോർഡ്. എന്നോട് മാസങ്ങൾക്ക് മുമ്പ് ഈ വിവരം പറഞ്ഞു. ക്രിസ്റ്റീനിൽ വന്ന് ഒരു ചെറിയ ഷെയറിങ് നടത്തുവാൻ ഞാൻ സമ്മതിക്കുകയും ചെയ്തു ബിജുവിനോട്. ബിജുവും അതുപോലെ സന്തോഷും എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ ചെയ്തു കൊടുക്കുക എൻ്റെ ബലഹീനതയാണ്. കാരണം അത്രമാത്രം ഞാൻ അവരെ സ്നേഹിക്കുന്നു, ക്രിസ്റ്റീനെയും സ്നേഹിക്കുന്നു, എൻ്റെ നെഞ്ചിലേറ്റി. അത് കഴിഞ്ഞ് പരിപാടി ഇങ്ങോട്ടും മാറ്റി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിസമ്മതിച്ചു. കാരണം ദീർഘയാത്ര, തിരിച്ചു പോക്ക്, ഇതെല്ലാം എനിക്കും ബുദ്ധിമുട്ട്, എൻ്റെ കൂടെയുള്ളവർക്കും ബുദ്ധിമുട്ട്. ഞാൻ പ്രാർത്ഥിച്ചു നോക്കിയില്ല, വേണ്ട എന്ന് എനിക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം എൻ്റെ സ്വഭാവം അങ്ങനെ വേണ്ടാന്ന് പറയാം, പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞു അവർ വന്ന് എന്നെ ചുറ്റും കൂടി, വന്നേ മതിയാവൂ എന്ന് പറഞ്ഞാൽ ബലാത്സംഗമായിട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ജോസച്ചനും ഉണ്ടായിരുന്നു. പറഞ്ഞു, ഈശോ പറഞ്ഞത് പോകൂ എന്നാണ്. എൻ്റെ ജീവിതത്തിൻ്റെ കരിസ്മാറ്റിക് ജീവിതത്തിൻ്റെ ആരംഭം മുതൽ ഞാൻ കാണുന്നത്, വചനം പ്രഘോഷിക്കാൻ പോകാനായിട്ട് കർത്താവിനോട് ചോദിച്ചു, ഒരിക്കലും പോകണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. എത്ര ദുഷ്കരമായ നിമിഷങ്ങളിലൂടെ ആയാലും, എത്ര ശാരീരിക വേദന ഉണ്ടെങ്കിലും പോകൂ എന്ന് പറയും. ഞാൻ പലപ്പോഴും പറയാറുള്ളതിന് കാരണമുണ്ട്. ഈശോ ജൂതൻ കഠിന ഹൃദയമുള്ളവരാ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ജൂതനുമായിട്ടൊരു ബിസിനസ്സിന് കരാറിൽ ഒപ്പിട്ടാൽ അവൻ പിടിവിടുകയില്ല. പറ്റുവോളം മാക്സിമം നമ്മൾ ഉപയോഗിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ജൂതനായ ഈശോ എപ്പം ഞാൻ പണിക്ക് പോകണമെന്ന് പറഞ്ഞാൽ പോകണം എന്നേ പറയുള്ളൂ, പോകണ്ട, റെസ്റ്റ് എടുക്കാൻ പറയില്ല. അത് പുള്ളിയുടെ സ്വഭാവമാണ്. ഇത് ഞാൻ അനുഭവിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ വരാം. അപ്പം ജോസച്ചനും പറഞ്ഞു എന്നെ കാറെ കൊണ്ടുവരാമെന്ന്. കൂടെയുള്ള ഈ ശീമക്കാരും പറഞ്ഞു എന്നെ എഴുന്നള്ളിക്കാമെന്ന്. നിങ്ങൾ കണ്ടല്ലോ, ഇപ്പോൾ എന്നെ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്നത്, പൊന്നും കുരിശു പോലെ കൊണ്ട് നടക്കുന്നത്. പ്രിയമുള്ളവരെ, ഒറ്റ ഇന്ത്യക്കാരെനിക്ക് കഴിഞ്ഞ 20 വർഷമായിട്ട് ചുറ്റുമില്ല. 20 വർഷങ്ങൾക്ക് മുമ്പാണ് കാരിഷ് ഭവനോട് വിട വാങ്ങി, നാടിനോട് വിട വാങ്ങി ഞാൻ പോകുവാനിടയായത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ എന്നെ തട്ടിക്കൊണ്ടുപോയ അനുഭവം ഉണ്ടായപ്പോൾ എൻ്റെ അധികാരികൾ എന്നെ കേരളത്തിൽ നിന്ന് മാറ്റുവാനായിട്ട് നിർബന്ധിതരായി. കാരണം ഇവിടുത്തെ സഭാധികാരികൾക്ക് എന്നെ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരുന്നു. 1 വർഷക്കാലത്തോളം ഞാൻ പ്രാർത്ഥനയിലും ത്യാഗത്തിലും ബാംഗ്ലൂരിൽ കഴിഞ്ഞുകൂടി.
അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഏറെയേറെ ദൈവാനുഭവങ്ങൾ കർത്താവ് എനിക്ക് തന്നു. പ്രിയപ്പെട്ടവരെ, ഉദാഹരണമായിട്ട് മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, മാത്രമല്ല പാതാളത്തിലുള്ളവരോട് വചനം പ്രഘോഷിക്കുവാൻ, ഇങ്ങനെയുള്ള കൃപകളൊക്കെ എനിക്ക് അവിടെ വലിച്ചു ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇരിക്കവേ എനിക്കൊരു നല്ല ആധ്യാത്മിക ഗുരു ഫാദർ ഫ്രാൻസിസ് റബല്ലോ മംഗലാപുരംകാരനുണ്ടായിരുന്നു. എൻ്റെ ഏത് കാര്യത്തിനും എൻ്റെ കൂടെ നടക്കുന്ന ഒരു ആധ്യാത്മിക ഗുരു, തെറ്റു തിരുത്താനും ഉപദേശം തരാനും അനുഗ്രഹിക്കാനുമല്ല. ആ ഇടങ്ങളിൽ ഊട്ടിയിൽ, മംഗലാപുരത്ത്, ചെന്നൈയിൽ, അതുപോലെ മംഗലാപുരത്ത് കുറേ ധ്യാനങ്ങളൊക്കെ നടത്തി. അങ്ങനെ ഇരിക്കവേ യാദൃശ്യമായിട്ട് CJ വർക്കേച്ചൻ എന്നെ ഫോണിൽ വിളിച്ചു. യൂറോപ്പിൽ നിന്ന് ഒരു ഗ്രൂപ്പ് കൊളത്തുവയൽ ധ്യാനിക്കാൻ വന്നിട്ടുണ്ട്. അവർക്കൊരു ദർശനമുണ്ടായി. വിവശനായി ശരീരത്തെ മുറിവുകളുമായിട്ടിരിക്കുന്ന ഒരു വൈദികൻ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ജാക്കോബ് എന്നാണ്. അദ്ദേഹത്തെ കാണണമെന്ന്. അപ്പോൾ വർക്കേച്ചൻ മനസ്സിലായി അതാരാണ് എന്ന്. ജാക്കോബ് ജെയിംസ് ആണെന്ന് എനിക്കറിയാമല്ലോ. വർക്കേച്ചൻ അതിന് 3 മാസം മുമ്പ് എന്നെ കണ്ടുമുട്ടിയതും ആണ്. കാരണം എന്നെ പിടിച്ചുകൊണ്ട് പോയതിന് ശേഷം ആദ്യമൊക്കെ 10-20 മിനിറ്റ് കൂടുമ്പോൾ ഞാൻ ബോധം കെട്ട് നിലത്ത് വീഴുമായിരുന്നു. അത് മാറി മാറി ദിവസം 10 തവണ 20 തവണ, പിന്നീട് 2-3 ദിവസം കൂടുമ്പോൾ അങ്ങനെ തവണകൾ കുറഞ്ഞുവെങ്കിലും ഈ ബോധം കെട്ട് വീഴുമ്പോൾ ഞാൻ വിളിച്ചു പറയുന്നത് മലയാളം മാത്രമേ പറയുള്ളൂ. എന്നെ പിടിച്ചുകൊണ്ട് പോകരുതേ, എന്നെ കൊല്ലരുതേ, കാരിഭവനെ കാത്തുകൊള്ളണമേ, ഞാനൊരു പിതാക്കന്മാർക്ക് എതിരായിട്ടൊന്നും പറഞ്ഞില്ല എന്നൊക്കെ ഞാനിങ്ങനെ വേവലാതി പറയുകയാണ് ഞാനിങ്ങനെ വീഴുമ്പോൾ. അങ്ങനെ വീണ അവസരത്തിൽ എൻ്റെ ചുറ്റുപാടുമുണ്ടായിരുന്നവർക്ക് മലയാളം ഒന്നും അറിയത്തില്ലാമായിരുന്നു. വർക്കേച്ചനെ ചെന്ന് വിളിച്ചുകൊണ്ട് വന്നു. വർക്കേച്ചൻ എൻ്റെ അടുക്ക് വന്ന് എനിക്ക് ശുശ്രൂഷ ചെയ്തു. അത് ബോധം തെളിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സംഗതികൾ പലതും മനസ്സിലായി. അത് 2-3 മാസങ്ങൾക്ക് മുമ്പ്, ഈ സംഭവത്തിന് മുമ്പ്. വർക്കേച്ചൻ എൻ്റെ പ്രൊവിൻഷ്യാളച്ചനോട് ചോദിച്ചു, മഞ്ഞാക്കലച്ചനെ മദ്രാസിലൊന്ന് പറഞ്ഞു വിടാവോ, ഈ വിദേശീയർ പോകുന്നതിന് മുമ്പായിട്ട് അവർക്ക് കുർബാനയും ചൊല്ലി ഒരു പ്രസംഗം പറയുവാനായിട്ട് എന്ന്. എൻ്റെ പ്രൊവിൻഷ്യാൽ പറഞ്ഞു സാധ്യമല്ല, പരസ്യ ശുശ്രൂഷയ്ക്ക് അദ്ദേഹത്തെ 1 കൊല്ലത്തിന് വിലക്കിയിരിക്കുകയാണ് എന്ന്. പ്രൈസ് ദി ലോർഡ്. ഇത് കേട്ട എൻ്റെ ലോക്കൽ സുപ്പീരിയർ, സ്ഥലത്തെ അധികാരി പറഞ്ഞു, അച്ഛൻ രാവിലെ പോയി വൈകിട്ട് കയറുകയാണെങ്കിൽ ആരുടെ അനുവാദം പെട്ടെ, എനിക്ക് അനുവാദം തരാം, പൊക്കോളാൻ പറഞ്ഞു. വർക്കേച്ചൻ എനിക്ക് ഒരു ടിക്കറ്റ്, എയർ ടിക്കറ്റ് ബാംഗ്ലൂരിൽ നിന്ന് അയച്ചു തന്നു. ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈക്ക് പോകാൻ അയച്ചു തന്നു. ഞാൻ രാവിലെ പറന്ന് അവിടെ ചെന്നു. സെൻറ്റ് തോമസ് മൗണ്ടിൽ, സെൻറ്റ് തോമസിൻ്റെ കബറിടത്തിൻ്റെ ഇടയ്ക്കൽ ഒരു ബലി അർപ്പിച്ചു ഇംഗ്ലീഷിൽ. ഞാൻ ഇംഗ്ലീഷിൽ പ്രസംഗിച്ചു. 38 പേരുണ്ടായിരുന്ന വെള്ളക്കാരെ എൻ്റെ ഇടയ്ക്ക് ഒന്ന് തല കൈവച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ അവർ ആത്മാവിൽ നിറഞ്ഞ് നിലത്ത് വീണു. ചുറ്റും നിന്നവിടൊക്കെ അല്ലാതെ വലിയ അതിശയവുമായിരുന്നു. അവർക്ക് ഉടനെ പോകണമായിരുന്നു, എനിക്കും തിരിച്ചു പോകണമായിരുന്നു. കാരണം എൻ്റെ അധികാരി അല്ലെങ്കിൽ കോപിക്കും, നിൽക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ ശേഷം 6 മാസം കഴിഞ്ഞപ്പോൾ ആണ് ജർമ്മനിയിൽ നിന്ന് ഒരു ജർമ്മൻ അച്ഛൻ എനിക്ക് എഴുതിയത്, എൻ്റെ ധ്യാനം ജർമ്മനി നടത്തിയാൽ കൊള്ളാമെന്നുണ്ട്. ഇവിടെയൊക്കെ വന്ന് പല സ്ഥലങ്ങളിലും പോയിലും വളരെ ശക്തമായൊരു അഭിഷേകം അവിടെ വെച്ച് അവർക്ക് കിട്ടി എന്ന്. അവിടുന്ന് എഴുത്തുകുത്തുകളൊക്കെ നടത്തി ഞാൻ എൻ്റെ അധികാരിയോട് പറഞ്ഞു. അപ്പം അധികാരി പറഞ്ഞു, പൊച്ചു പ്രസംഗിക്കുന്നതിന് ഉപരിയായി കുറേ കാശൊക്കെ ഓർഫനേജിന് വേണ്ടി മേടിച്ചുകൊണ്ട് വേണം പോരാൻ. അതെ, സഭയിൽ നിന്ന് പല വൈദികരെയും പുറത്തേക്ക് വിടുന്നതിൻ്റെ ആദ്യത്തെ ഉദ്ദേശം മെത്രാന്മാരുടെയും പ്രൊവിൻഷ്യാളന്മാരുടെയൊക്കെ തലയിൽ കിടക്കുന്ന കുറേ കാശും കൊണ്ടിരുക, വചനം കൊടുക്കുകയല്ലെന്ന് ഓർത്തണം. ഓക്കെ എന്ന് പറഞ്ഞു പോയി. ഞാനങ്ങനെ ആദ്യമായിട്ട് അവിടെ ഒരു ധ്യാനം കൊടുക്കാനിടയായി. അതിൽ 56 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അച്ഛൻ അറിയാമായിരുന്നു ഞാൻ നാട്ടിൽ ഏറെ പേർക്ക് ധ്യാനം കൊടുക്കുന്ന ആളാണ്. അദ്ദേഹം വന്ന് പറഞ്ഞു, ഒരു ജർമ്മനെ 10 ജർമ്മനായിട്ട് കണ്ടിട്ട് അങ്ങ് ധ്യാനിപ്പിച്ചു. 56 പൂജ വിട്ടാൽ 560 പേരുള്ളതായിട്ട് കണ്ട് പ്രസംഗിച്ചോളം പുള്ളി എന്നെ ധൈര്യപ്പെടുത്തി. പുള്ളി നമ്മുടെ അത് ആ ധ്യാനത്തെ സംബന്ധിച്ച ആളാണ് ഈ ഗാബി. മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് എന്ന് പറയുന്ന രോഗം. ദിവസം 40-45 ഗുളികടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അവൾ. മരണം മുന്നിൽ കണ്ടുകൊണ്ട്, അഥവാ കിടക്കയിൽ നിത്യമായി കിടക്കണമെന്ന് കണ്ടുകൊണ്ട്, എങ്ങനെയും തൻ്റെ ഏക മകനെ പഠിപ്പിച്ച് ഡോക്ടറാക്കാൻ കഴിവതും അധ്വാനിച്ച് പണമുണ്ടാക്കിക്കൊടുന്ന അവൾക്ക് കർത്താവ് തൽക്ഷണം സൗഖ്യം കൊടുത്തു. ഒരു ഗ്ലാസ് വെള്ളം കൈക്ക് പിടിക്കാൻ മേലാത്ത അവൾ ബക്കറ്റിൽ വെള്ളം ഉയർത്തി. ഡ്രൈവ് ചെയ്യാൻ പാടില്ലാത്ത അവൾ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. കണ്ണിൻ്റെ കാഴ്ച ഈ രോഗത്തിൻ്റെ ഫലമായിട്ട് 80% പോയ അവൾക്ക് 80% കാഴ്ച തിരിച്ചു കിട്ടി. ഇന്നും അവൾക്ക് 80% കാഴ്ചയുണ്ട്.
ഇതോടുകൂടി അവളൊരു വലിയ കമ്പനിയുടെ മാനേജറായിരുന്നു, അഥവാ കമ്പനിയുടെ ഉടമസ്ഥയായിരുന്നു. അതെല്ലാം വിറ്റ് പാവങ്ങൾക്ക് മിഷനായിട്ട് കൊടുത്തു. അങ്ങനെ ഇരിക്കെ എൻ്റെ പ്രൊവിൻഷ്യൽ അച്ഛനായ ജോസ് പറപ്പള്ളി അച്ഛൻ യൂറോപ്പിലുള്ള അച്ഛന്മാരെ കാണാൻ വന്ന അവസരം. അപ്പോൾ ഈ അത്ഭുതത്തെപ്പറ്റി കേട്ട് അവളെ ഒന്ന് കാണാൻ വന്നു. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ഇന്ത്യയിലോ എവിടെയെങ്കിലും ഏഷ്യൻ രാജ്യങ്ങളിൽ വന്ന് പാവങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്താൽ കൊള്ളാമെന്ന് ഉണ്ട് എന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞങ്ങളുടെ ഒരു പാവ അച്ഛൻ ഒരു ഭാഷ അറിയാതെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന നടപ്പുണ്ട്, ഒരു സെക്രട്ടറിയായിട്ട് അങ്ങ് പ്രവർത്തിച്ചോളാൻ. ഹല്ലേലൂയ. അങ്ങനെയാണ് ഗാബി എൻ്റെ കൂടെ കൂടിയത്. പ്രിയമുള്ളവർ, ഞാൻ എൻ്റെ സുവിശേഷ പ്രഘോഷത്തിൻ്റെ കാര്യമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. വിഷയം അതാണെന്നും എന്നോട് സന്തോഷം പറയുണ്ടായി. നിങ്ങൾക്കറിയാവുന്നതുപോലെ 1975 ഒരു കരിസ്മാറ്റിക് ധ്യാനം പൂനായിൽ വെച്ച് ഞാൻ കൂടി. പക്ഷെ ആ ധ്യാനം ഏറ്റില്ല. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ എനിക്കൊരു മാനസാന്തരമോ അല്ലെങ്കിൽ അഭിഷേകമോ ലഭിച്ചില്ല. പ്രസിദ്ധനായ ഫാദർ ജെയിംസ് ഡിസൂസയുടെ ധ്യാനമായിരുന്നു ഞാൻ കൂടിയത്. അതിനുശേഷം ആണ് എനിക്ക് കിഡ്നി രോഗമുണ്ടാകുന്നത്. അന്ന് SFS സെമിനാരിലെ പ്രൊഫസറാണ് ഞാൻ. പക്ഷേ അന്ന് ആ ധ്യാനം ഏറ്റില്ല എങ്കിലും കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ജെയിംസ് ഡിസൂസ എൻ്റെ ചെവിയിൽ മന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു, വൺസ് യു വിൽ ബി എ കരിസ്മാറ്റിക് പ്രീച്ചർ. പത്രോസ് നിരാകരിച്ച് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു, നോ നോ നെവർ. കാരണം ഈ കൈയും പൊക്കി ലാലായും പറഞ്ഞ് കോപ്രാഞ്ചം കാണിക്കാൻ ഞാനില്ലായിരുന്നു. കാരണം എൻ്റെ തലയെ മുഴുവൻ ഈ തിയോളജിയും ഫിലോസഫിയും എല്ലാം കിടക്കുകയായിരുന്നു. അതിൻ്റെ ഒരു സൗഖ്യമൊന്നും ആ ധ്യാനത്തിൽ എനിക്ക് കിട്ടിയില്ല, ചുരുക്കി പറഞ്ഞാൽ. അതുകൊണ്ട് എനിക്ക് ഈ പ്രസംഗമൊക്കെ നല്ലതായിരുന്നു, ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ പ്രസംഗം കഴിഞ്ഞുള്ള ഈ ക്രിയകളൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നെവർ നെവർ നെവർ. എന്നാൽ കർത്താവിൻ്റെ ഹിതം വേറെയായിരുന്നു. ബൈബിൾ നമ്മൾ വായിക്കുന്നതല്ലേ, അവൻ്റെ പദ്ധതികളും അവൻ്റെ വഴികളും നമ്മുടേതല്ല, അവൻ്റേതാണ്. അത് കഴിഞ്ഞ് ഞാനൊരിക്കൽ ബാസ്കറ്റ് ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചുഴലി രോഗിയെപ്പോലെ ഞാൻ താഴെ കുഴഞ്ഞു വീണു. എന്നെ ഡോക്ടർമാർ പരിശോധിച്ച ശേഷം പറഞ്ഞു, എനിക്ക് ചുഴലിയാണ്. 5 കൊല്ലത്തെ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്തു. വെള്ളത്തിനടുത്തും തീക്കടുത്തും പോകരുതെന്നും പറഞ്ഞു. മോട്ടോർ സൈക്കിൾ ഓടിക്കരുതെന്നും. അതായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട്. ഏതായാലും അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. നടുവിന് തണ്ടലിന് ഭയങ്കര വേദന. ഞാൻ കണ്ടുന്നത് എനിക്ക് ഈ വേദന സഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണ്. വലിയവായി കരഞ്ഞു. സെമിനാരിൽ രക്തച്ചൻ ഉടൻ തന്നെ എന്നെ താങ്ങി പിടിച്ച കാരിത്താശാസ്ത്രത്തിൽ അഡ്മിറ്റായി. അവ തിരിച്ചും മറിച്ചും ഏകദേശം 2-3 ആഴ്ച, ഒരു മാസത്തോളം പരിശോധിച്ചിട്ട് ഒരു പിടിയും കിട്ടിയില്ല. അപ്പം നേഴ്സുമാരും കന്യാസിമാരും പറയാൻ തുടങ്ങി, സൈക്കോസോമാറ്റിക് രോഗങ്ങളാണ്, ഇത് മനസ്സിൻ്റെ എന്തോ കുഴപ്പമാണ്. കാരണം ഡോക്ടർമാർ പരിശോധിച്ചിട്ടും വഴക്കായും കിട്ടിയില്ല. അവസാനം അത് കണ്ടുപിടിച്ചു, എനിക്ക് കിഡ്നിയിൽ പഴുപ്പുണ്ട്, ഇൻഫെക്ഷൻ, കല്ലുണ്ട്, സ്റ്റോൺ ഉണ്ട്, കിഡ്നി TB, അത് ട്യൂബർക്ലോസിസ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ചപ്പോൾ എല്ലാവർക്കും സമാധാനം, എനിക്കും സമാധാനമായി. ഇവിടെ നേഴ്സുമാരും ഡോക്ടർമാരും ഉണ്ട്. അന്നത്തെ കാലത്ത് TBക്ക് അത് 90 ദിവസത്തെ സ്റ്റെപ്റ്റോമൈസിൻ ഇഞ്ചക്ഷൻ ആണ്. അപ്പോൾ പത്രോസ് മത്തായി എന്ന് പറയുന്ന ഒരു ഡോക്ടറായിരുന്നു കിഡ്നിയുടെ സ്പെഷ്യലിസ്റ്റ്. അദ്ദേഹം പറഞ്ഞു, 90 ദിവസത്തെ ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ട് അച്ഛൻ്റെ TB മാറുമ്പോൾ കിഡ്നിക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ടാകും, കല്ലു മാറ്റാനും പഴുപ്പ് മാറ്റാനും. പ്രിയമുള്ളവരെ, 6 ദിവസം മാത്രമേ എനിക്ക് ചികിത്സ ചെയ്യുകയുണ്ടായുള്ളൂ. 7-ാം ദിവസം ഒരു പുതുക്രിസ്ത്യാനി, ഒരു ഹൈന്ദവൻ, മാർഗം കൂടിയവൻ, പച്ചയ്ക്കാൻ പറയാണ് പച്ച മലയാളത്തിൽ, എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നു. അവൻ തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, എനിക്ക് ശാരീരിക സൗഖ്യം മാത്രമല്ല, ആന്തരിക സൗഖ്യം, വിടുതൽ. കാരണം ഞാൻ അവൻ തലയിൽ കൈവച്ചുകൊണ്ട് ലാലാ ലാലാ പ്രാർത്ഥിച്ചപ്പോൾ എനിക്കും ആ കൂടെ പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റിയില്ല മക്കളെ. വലിയ ഒരു ശക്തി എൻ്റെ ശരീരം മുഴുവൻ നിറഞ്ഞു. എൻ്റെ പുറത്ത് ഈ കിഡ്നിയുടെ വേദന ഉണ്ടാകുന്ന സ്ഥലത്തേക്ക് തുളച്ചു കയറുന്ന അനുഭവം. സൗഖ്യം കിട്ടിയാൽ ഞാനങ്ങ് വിശ്വസിച്ചു. പക്ഷെ അതിൽ കൂടുതൽ കിട്ടിയത്, എൻ്റെ ഉള്ളിലേക്ക് നോക്കി ആ മകൻ പറഞ്ഞു, വെറും 22 വയസ്സുള്ള ഗോവിന്ദൻ കുട്ടി ജോസഫ്, അതായിരുന്നു അവൻ്റെ പേര്. അവൻ നോക്കിക്കൊണ്ട് പറഞ്ഞു, കർത്താവേ, അങ്ങ് ഇവനെ വൈദികനായിട്ട് അഭിഷേകം ചെയ്തിട്ടും അവൻ പ്രസംഗിക്കാൻ കഴിവില്ലാത്തവനാണല്ലോ എന്ന്.
ഞാൻ ഞെട്ടിപ്പോയി. ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തി എന്നെ നോക്കി എൻ്റെ സത്യം തുറന്ന് പറയുകയാണ്. ഞാൻ ക്ലാസ് എടുക്കും, പ്രൊഫസറാണ്, പക്ഷെ പുൾപ്പിറ്റിൽ എനിക്ക് പ്രസംഗിക്കാൻ പറ്റില്ല, പ്രസംഗപീഠത്തിൽ പറ്റില്ല. അതിനൊരു കാരണമുണ്ടായിരുന്നു. എൻ്റെ പുത്തൻ കുർബാനയ്ക്ക് ഞാൻ ഒന്നാന്തരം പ്രസംഗം തയ്യാറാക്കി എൻ്റെ ബൈബിളിൽ വെച്ചിരുന്നു. ഒരു പുതിയ ബൈബിളായിരുന്നു, ഇതും പുതിയതാക്കട്ടോ, കാരണം മലയാളം ബൈബിൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല 20 കൊല്ലമായിട്ടതുകൊണ്ട് ഒരു പുതിയ ബൈബിളിനെ ഞാൻ മെരുക്കിയെടുത്തത്, മറിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതും ഒരു പുതിയ ബൈബിൾ. കുർബാനയൊക്കെ മെടുക്കാനായിട്ട് ചൊല്ലി ഗോസ്പൽ സുവിശേഷം വായിച്ചു. ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പറഞ്ഞു. ദൈവമേ, എന്താ പറയാനാ, പേടി, ഭയം വന്നു. ഞാൻ വലത് കൈയും ഇടത്ത് കൈയും കൊണ്ട് നോക്കി എവിടെയാ പേപ്പർ വെച്ചെന്ന് അങ്ങ് മറന്നുപോയി. രണ്ടും കൊണ്ട് ഞാൻ തപ്പുക. ചുമ്മാ നിന്നാ പറ്റില്ലല്ലോ. മൈ ഡിയർ, അതായത് പ്രിയപ്പെട്ടവരെ ഞാൻ 4 5 തവണ പറഞ്ഞു. കുട്ടികളൊക്കെ എന്നെ ഇരുന്ന് ചുരിക്കുന്ന എനിക്ക് കേൾക്കാമായിരുന്നു. 3 4 മിനിറ്റ് കഴിഞ്ഞു. വികാരിച്ചൻ വന്ന് പറഞ്ഞു മതിയെന്ന്. ഇതായിരുന്നു എൻ്റെ കന്നിപ്രസംഗം. ഞാൻ അത് കുർബാന കഴിഞ്ഞ് സാക്രിസ്റ്റിയിൽ സങ്കീർത്തിയിൽ ചെല്ലുമ്പോൾ, ക്ഷമിക്കണം മലയാള വാക്കുകൾ കൃത്യം കിട്ടിയില്ലെങ്കിൽ, നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ, വിദേശത്ത് മലയാള ധ്യാനങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഈ 20 കൊല്ലത്തിനിടയിൽ ബോംബെയിൽ ഒരു കൺവെൻഷനും കാരിശ്ഭവനിൽ 2 കൺവെൻഷൻ നടത്തി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മലയാളമെല്ലാം പോയി, ക്ഷമിക്കണം നിങ്ങൾ. അപ്പോൾ അത് എന്നോട് വികാരിച്ചും പറഞ്ഞു, വിശുദ്ധ ഫ്രാൻസിസ് സാലസിൻ്റെ മിഷണറി എത്താൻ എന്നാ പ്രസംഗിക്കാൻ അടുന്നു. അതെനിക്ക് ഒരു മുറിവായിരുന്നു. അന്നേ തീരുമാനിച്ചു എൻ്റെ ജീവിതത്തിൽ ഇനി പ്രസംഗമില്ല. ഈ അച്ഛനായതുകൊണ്ട് പ്രസംഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലോ. എന്തെല്ലാം പണി കിടക്കുന്നു. ഞാൻ ഡിഗ്രിയൊക്കെ ഉണ്ട്, അപ്പം സെമിനാരി പഠിപ്പിക്കാം, പ്രൊഫസറാകാം, സോഷ്യൽ വർക്ക് ചെയ്യാം. ഇന്ത്യയിലാണോ അച്ഛന്മാരിപ്പോൾ പ്രസംഗിക്കേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് പ്രസംഗത്തിനാലുള്ള എൻ്റെ ഹൃദയം അടയ്ക്കപ്പെട്ടിരുന്നു. ഈ മകൻ നോക്കിക്കൊണ്ട് പറയുകയാണ്, അച്ഛൻ എടുക്കാനാണ്, പക്ഷേ ഇവന് പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടാ. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ വന്നത്, തിരുപ്പട്ട അഭിഷേക സമയത്ത് ബഹുമാനപ്പെട്ട ബിഷപ്പ് കൈകളിൽ ബൈബിൾ തന്നുകൊണ്ട് പറഞ്ഞത് സുവിശേഷം പ്രഘോഷിക്കുക എന്നാണ്. ഹല്ലേലൂയ. അതൊരു വൈദികന്റെ ആദ്യത്തെ കടമ വചനം പ്രഘോഷിക്കുകയാണ്. പൗലോസ്ലീഹ 1 കൊറിന്തോസ് 9:16 പറയുന്നുണ്ടല്ലോ, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ എനിക്ക് ദുരിതം എന്ന്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ മകൻ ഇത് പറഞ്ഞപ്പോൾ ഈ ബോധ്യം, ഈ തിരിച്ചറിവ് എനിക്ക് ലഭിക്കുകയായിരുന്നു പരിശുദ്ധാത്മാവ് വഴി വചനം പ്രഘോഷിക്കുവാൻ. ഇനിയും അതിന് കാരണവും പറഞ്ഞു. ഈശോയെ, ഈ മകൻ ചെറുപ്പമായിരുന്നപ്പോൾ മുതൽ അപകർഷതാബോധം നിറഞ്ഞവനും പേടിത്തൊണ്ടനുമായിരുന്നു. അങ്ങേക്കറിയാമല്ലോ, ഇവൻ സ്കൂളിൽ പഠിച്ച കാലത്ത് എല്ലാവരും ഇവനെ തടിയാന്നാണ് വിളിച്ചത്. കർത്താവേ, ആദ്യം കാണുന്ന പയ്യൻ ഇതെങ്ങനെ അറിഞ്ഞു? സത്യമായിരുന്നു, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാവരും ഇതിനെ തടിയാന്ന് വിളിക്കാം. ഇപ്പോഴും തടിയുണ്ട്, പോയി കുറേ എല്ലാം കേട്ടോ. അന്ന് നല്ല തടിയനായിരുന്നു സ്കൂളിൽ. അതുപോലെ കറമ്പാന്നും വിളിക്കുമായിരുന്നു. ഈ 2 വാക്കുകൾ, ഇത് രണ്ടും ഇവൻ ഉച്ചരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെ ഉള്ളിലേക്ക് ഒടുങ്ങിക്കൂടിയ അപകർഷതാബോധമുള്ള ഈ വൈദികനെ വിമുക്തനാക്കണമേ. ഇവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്ത്, ദൈവമേ, ഇവൻ എൻ്റെ പഴയ ജീവിതം മുഴുവൻ കാണുന്നുണ്ട്, എൻ്റെ പാപങ്ങളും കാണുന്നുണ്ടായിരിക്കും. എൻ്റെ ഉള്ളുകൊണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ഈശോയെ, പാപം ഇവൻ വിളിച്ചു പറയാൻ ഇടയാക്കരുതേ. അത് പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞ എന്താണെന്നറിയാമോ? കർത്താവെ, പാപപങ്കിലമായ കരങ്ങളും ഹൃദയങ്ങളും കൊണ്ട് ബലിയർപ്പിക്കുന്ന ഇവൻ്റെ ബലിയും പ്രാർത്ഥനയും അങ്ങേക്ക് എങ്ങനെ കേൾക്കാൻ കഴിയും? സത്യം പറയട്ടെ, നിങ്ങളൊരു പക്ഷേ ഇത് വായിച്ചു കാണും. എൻ്റെ സാക്ഷ്യം വെബ്സൈറ്റിലുള്ളത്, ഇത് പരസ്യമായിട്ട് വെബ്സൈറ്റിലും ബുക്കിലും എല്ലാം ഉണ്ട്. എങ്കിലും ഒരു ആദ്യ സദസ്സായതുകൊണ്ട് ഞാൻ പങ്കുവെക്കുകയാണ്. ഇതിൽ നിങ്ങൾക്കറിയാം, ഒരു അൽമേനി, ഒരു പുതു ക്രിസ്ത്യാനി, ഒരച്ഛൻ തലയിൽ ഇത് വെച്ച് പ്രാർത്ഥിക്കുമ്പം പ്രതികരണം എന്തായിരിക്കും വികാരം എന്ന്. ഞാൻ ഉടനെ പോടാന്ന് പറയാനില്ല. ഈശോ എൻ്റെ ഹൃദയത്തെ പൊളിച്ചു. സത്യമായിരുന്നു. ഏറെ വിരോധം, വിദ്വേഷം മനസ്സിലടക്കി വെച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഇതായിരുന്നു ഹൃദയത്തിലെ അശുദ്ധി. തെരുതര സിഗരറ്റ്, പനാമ സിഗരറ്റ് വലിക്കുന്ന അശുദ്ധമായ കരങ്ങൾ. അതെ, അവിടെ എങ്ങനെ യേശുവിന് വരാൻ സാധിക്കും? ഇതൊന്നും പാടില്ല, സിഗരറ്റ് വലിക്കുന്നൊക്കെ പലരും എന്നോട് പറയുമായിരുന്നെങ്കിലും ഞാൻ ഒരിക്കലും ശ്രദ്ധിച്ചിരുന്നില്ല. ക്ഷമിക്കണമെന്ന് ബൈബിൾ അറിയാമായിരുന്നു. വലിയ ബൈബിൾ പണ്ഡിതനാണ്, ബാംഗ്ലൂരിൽ ബൈബിൾ പഠിപ്പിച്ചെങ്കിലും ഞാൻ ക്ഷമിച്ചിട്ടില്ലായിരുന്നു. മാത്രമല്ല പ്രിയമുള്ളവരെ, ഈ നിമിഷം എൻ്റെ ജീവിതത്തിലെ മുഴുവൻ പാപങ്ങളും ഒരു കടലാസിൽ എഴുതപ്പെട്ടതുപോലെ കാണപ്പെട്ടു. ഈ പയ്യൻ പ്രാർത്ഥിച്ചു പോയി. ഞാനൊരു തരത്തിലുള്ള ഒരു വികാര അനുഭവത്തിലായിരുന്നു. ഈശോ അവിടെ വെച്ച് സംസാരിച്ചു, പോകൂ, പ്രസംഗിക്കൂ എന്ന്.
ഇത് ആഴമായ ബോധ്യമായിരുന്നു. പോകൂ, പ്രസംഗിക്കൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ തീരുമാനമെടുത്തു ആ അനുഭവത്തിൽ പ്രസംഗിക്കുക. അതായത് കൈയടിച്ചും കൈപൊക്കിയും ഈ ലാലാ വെച്ചും പ്രസംഗിക്കാനാണ് തീരുമാനിച്ചു. ഈ അനുഭവത്തിന് ശേഷം പിറ്റേ ദിവസം ഡോക്ടർ എന്നെ പരിശോധിച്ചപ്പം എൻ്റെ കിഡ്നി, എൻ്റെ വൃക്ക പരിപൂർണമായി സുഖപ്പെട്ടിരുന്നു. ഞാൻ പോയൊരു ഭരണജ്ഞാനം അശീശി ആശ്രമത്തിൽ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്കായിരുന്നു. ആറമണ്ടച്ചൻ ഉള്ള കാലത്ത്. ആ ആശ്രമം കരിസ്മാറ്റിക് ധ്യാനമൊന്നുമില്ല, മറ്റു സാധാരണ ധ്യാനം. അവിടെ എനിക്ക് വേണ്ടത് ഒരു മുറിയും പ്രാർത്ഥനയായിരുന്നു. അതിനുശേഷം പ്രസംഗിക്കാൻ തീരുമാനിച്ചു. എൻ്റെ പ്രൊവിൻഷ്യാലച്ചനോട് പറഞ്ഞു. വിജയപുരത്തെ അന്നത്തെ പിതാവായിരുന്ന പീറ്റർ തുരുത്തിക്കോണത്തിനോടും കൊർണേലിയസ് പിതാവിനോടും പറഞ്ഞു. അങ്ങനെ അവരുടെ അനുഗ്രഹാശിസിലൂടെ 1976 ഫെബ്രുവരി മാസം ചങ്ങനാശ്ശേരി അതിരൂപതയിൽ മാമൂട് എന്ന് പറയുന്ന ഇടവകയിൽ വെറും 81 യുവാക്കൾക്ക് ധ്യാനം കൊടുത്തുകൊണ്ടാണ് എൻ്റെ ഈ ജൈത്രയാത്ര ആരംഭിച്ചത്. അത്ഭുതങ്ങളും അടയാളങ്ങളൊന്നും വലുതായിട്ടോടെ നടന്നില്ല. ചില ചെവി വേദനയോ പല്ലുവേദനയോ ഒക്കെ പോരേ ഉള്ളൂ. പക്ഷെ അതിൽ കൂടുതലായിട്ട് ഞാൻ അവിടെ കണ്ടത് മാനസാന്തരം. നല്ല കുമ്പസാരങ്ങൾ ആ പിള്ളേർ നടത്തി. നല്ല അനുഭവങ്ങൾ. അതിൽ സംബന്ധിച്ച 2 ആരാധനാ സിസ്റ്റേഴ്സ്, 2 പേരും മരിച്ചു, ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അവർ ചെന്ന് അന്നത്തെ പൗത്തിൽ തിരുമേനി, അന്നത്തെ ചങ്ങനാശ്ശേരിയിലെ ഓക്സിലറി പിതാവാണ്, ഇതിനെപ്പറ്റി നല്ലൊരു റിപ്പോർട്ട് കൊടുത്തു. അതിനെ തുടർന്ന് ആരാധന മുഴുവൻ ഞാൻ ധ്യാനിപ്പിച്ചു. നാട്ടിലെ ഏതെങ്കിലും ഒരു മഠത്തിൽ ഞാൻ ധ്യാനിപ്പിക്കാത്തുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് പിന്നെ ഇടവകളിൽ ഇങ്ങനെയെല്ലാം പോയി നടന്നു. അങ്ങനെയിരിക്കെ കർത്താവ് കാരിഷ് ഭവൻ എന്ന ഒരു ഭവനം തുടങ്ങാൻ നിർദ്ദേശം തന്നു. അങ്ങനെ കാരിഷ് ഭവൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ. വചനപ്രഘോഷണത്തിൽ കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു ആമുഖമായിട്ട് അവിടെ 5 വർഷക്കാലം എന്നെ സ്ഥാപക ഡയറക്ടറായി പ്രവർത്തിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് എന്നെ പിടിച്ചുകൊണ്ടു പോകുന്ന സംഭവം ഉണ്ടാകുന്നത്. അതിനെ തുടർന്ന് ഉണ്ടായ ഭൂകമ്പങ്ങൾ ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവർക്കെല്ലാം ഓർമ്മയുണ്ടല്ലോ. 1993 ആയിരുന്നു സംഭവം നടന്നത്. മഞ്ഞാക്കൽ സംഭവം എന്ന് 6 മാസക്കാലം പേപ്പറുകളിലുണ്ടായിരുന്ന സംഭവം. അതിനുശേഷം ഞാൻ മാനസികമായി അല്പം തളർന്നിരുന്നു. എങ്കിലും ഞാൻ വചനപ്രഘോഷണം തുടർന്നിരുന്നു. ഒരിക്കലും വചനപ്രഘോഷണം നടത്താതിരുന്നില്ല. പിന്നെ ഈ മനസ്സിൻ്റെ അസ്വസ്ഥത മനസ്സിൽ പേറിയിരുന്നു. ഏറെ കെട്ടുകഥകൾ ഇതെല്ലാം കേട്ടു. എന്നെ വെറും കള്ളനായിട്ട്, സ്ത്രീകളുടെ പിന്നാലെ പോകുന്നവനായിട്ട്, അശുദ്ധനായിട്ട്, പണം കൈകാര്യം ചെയ്യാൻ അറിയാഞ്ഞിട്ട് അധികാരികൾ എന്നെ പണങ്ങൾ ചൂണ്ടിയെടുത്തതിന് ഒരു വൈദികനെ പറ്റി പറയാവുന്ന എല്ലാ കഥകളും കോട്ടയത്തും ചങ്ങനാശ്ശേരി ഭാഗത്തും എല്ലാം ഉണ്ടായിരുന്നു. ഈ ഭാഗങ്ങളിൽ അത്രയും ഇല്ലായിരുന്നു. അന്ന് എനിക്ക് താങ്ങും തണലുമായിട്ടുള്ള ഒരു പിതാവായിരുന്നു കുണ്ടുകുളം പിതാവ്. ഒരിക്കലും അദ്ദേഹത്തെ എനിക്ക് മറക്കത്തില്ല. ആ തലമൊട്ടയടിച്ച ആ അവസ്ഥയിൽ തന്നെ കൊണ്ടുപോയി അവിടുത്തെ രൂപതയിലെ അച്ഛന്മാർക്ക് എന്നെ കൊണ്ട് 2 ധ്യാനങ്ങൾ കൊടുപ്പിച്ചു. അതുപോലെ അദ്ദേഹത്തിന് സത്യം അറിയാവുന്ന ഒരു വ്യക്തി, അദ്ദേഹം പറഞ്ഞാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് സാക്ഷ്യം പറയിപ്പിച്ചത്. ഇതൊക്കെ കഥകൾ. പ്രിയമുള്ളവർ, അങ്ങനെ എന്നെ ട്രാൻസ്ഫറാക്കി. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു കുർബാനയിലൂടെ ജർമ്മനിക്ക് പോകാനിടയായി. അവിടെ വെച്ച് കർത്താവ് എനിക്ക് തന്നത് ഇതായിരുന്നു. നീ ഇത്രയും കാലം ഇന്ത്യക്കാർക്ക് വേണ്ടി, പ്രത്യേകിച്ച് മലയാളികൾക്ക് വേണ്ടി വചന ശുശ്രൂഷയുമായി നടക്കുന്നു. നിന്നെ ഞാൻ ഈ വെള്ളക്കാർക്ക് വേണ്ടി അഭിഷേകം ചെയ്ത് മാറ്റുന്നുവെന്ന്. അവിടെ വെച്ച് കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ പ്രതിജ്ഞ ചെയ്തു, ഇന്ത്യക്കാരുമായിട്ട്, പ്രത്യേകിച്ച് ഇനി മലയാളികളുമായിട്ടുള്ള ഓശാരമൊന്നും വേണ്ട എന്ന്, അവരുമായിട്ട് ബന്ധമില്ലാത്ത വചന ശുശ്രൂഷ എന്ന്. പ്രൈസ് ദി ലോർഡ്. അതാണ് ഇന്ന് എനിക്ക് യൂറോപ്പിൽ വചനം പ്രഘോഷിക്കാനുള്ള വിജയത്തിന് ഒരു കാരണം. ഹല്ലേലൂയ. അവരാരും എന്നെ കറമ്പനാണെങ്കിലും ഭാഷ അറിയത്തില്ലെങ്കിലും ഒരു വിദേശിയായിട്ട് കാണുന്നില്ല. ഹല്ലേലൂയ. അവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചിരിക്കുന്ന ഒരു വൈദികൻ, വചന ശുശ്രൂഷ നടത്തുന്നവൻ. ഞാൻ അവരുടെ ആഹാരമേ കഴിക്കൂ. ഞാനിവിടെ പോയാലും ആരെങ്കിലും ചിലപ്പം പല മലയാളികളും കേട്ടുകൊണ്ടും ബിരിയാണിയോ ഇന്ത്യൻ പലഹാരം കൊണ്ടുവന്ന് ഫോൺ ചെയ്ത് പറഞ്ഞു. ഞാൻ പറയും വേണ്ട, രുചിയില്ലെങ്കിലും ഞാൻ അവരുടെ ഭക്ഷണമേ കഴിക്കൂ, അവരുടെ കൂടെ താമസിക്കൂ. അതുകൊണ്ടാണ് 3 വർഷം മുമ്പ് ഞാൻ തളർന്ന് അതിങ്ങനെ കിടന്നപ്പോഴും എന്നെ നോക്കാനായിട്ട് കാണാൻ പോലും വിസിറ്റേഴ്സായിട്ട് പോലും മലയാളികളായ ആരും വന്നിട്ടില്ല. എല്ലാം വെള്ളക്കാരായിരുന്നു. അവരെന്നെ സ്വന്തമായിട്ടാണ് നോക്കുന്നത്. ഈ രോഗം വരുന്നതിന് മുമ്പും യൂറോപ്പിൽ ചെന്ന് കഴിഞ്ഞിട്ടും ആ പ്രോഗ്രാം ഞാൻ തുടർന്നുകൊണ്ടിരുന്നു. കർത്താവ് കൈ തുറന്ന് അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, വചനം പ്രഘോഷിക്കുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്
അത് നമ്മൾ പൂർണ്ണമായിട്ടും പറയുന്നത് വചനം പ്രഘോഷിക്കുക, വചനത്തോട് സത്യസന്ധതയുള്ളവരായിരിക്കുക. എവിടെയോ തിമോത്തി പറഞ്ഞിരിക്കുന്നത് പോലെ, അതായത് വചനം പ്രഘോഷിക്കുന്നതിനെ പറ്റി പറഞ്ഞിരിക്കുന്നൊരു ഭാഗം, അത് 2 തിമോത്തി 4-ാം അധ്യായം. വചനം പ്രസംഗിക്കുക, സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഞാൻ വചനത്തിനായിട്ടാണ് എന്നെ സമർപ്പിച്ചത്, സഭയ്ക്കായിട്ടല്ല, രൂപതയ്ക്കായിട്ടല്ല, MSFനായിട്ടുമല്ല. ഞാൻ വചനം പ്രഘോഷിക്കാൻ തീരുമാനിപ്പിച്ചപ്പോൾ ചെയ്ത സമർപ്പണം ഇതായിരുന്നു: വചനം പ്രഘോഷിക്കുക. ഹല്ലേലൂയ. സഭയ്ക്ക് പേര് കൂട്ടാനോ എൻ്റെ സന്യാസി സഭയ്ക്ക് പേര് കൂട്ടുവാനോ അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാനോ അല്ലായിരുന്നു ഞാനന്ന് തീരുമാനിച്ചത്. പോവുക, വചനം പ്രഘോഷിക്കുക. അത് വലിയൊരു പ്രബോധനമായിരുന്നു എൻ്റെ ഉള്ളിൽ കിട്ടിയത് പരിശുദ്ധാത്മാവിലൂടെ. പോകണം, എവിടെയായാലും പോകണം, പ്രസംഗിക്കണം. ആദ്യകാലത്ത് ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഒരു പേടിത്തൊണ്ടനായി ഞാൻ ഇറങ്ങിത്തിരിച്ചപ്പോൾ എൻ്റെ പൊംശാലച്ചൻ പറഞ്ഞത്, ഈ സെമിനാറിലെ ഉദ്യോഗം ഉപയോഗിച്ച് പോയിട്ട് എടോ താന് രക്ഷപ്പെടില്ല, കുറെ കഴിയുമ്പോൾ തിരിച്ചു വരും, ആ പോട്ട് അങ്ങനെ വന്നാലും ഇവിടെ എടുത്തോളാമെന്ന്. എന്നോട് ആദ്യം ചോദിച്ചത്, നീ വചനം പ്രഘോഷിക്കാൻ പോവുകയാണോ, എത്ര നാൾ പ്രസംഗിക്കുമെന്ന്. ഞാൻ പറഞ്ഞു, ആജീവനാന്തം. അന്നത്തെ പൊംശാലച്ചനോട് ഞാൻ പറഞ്ഞ ഇതാണ്, ആജീവനാന്തം. കൊർന്നേലിയോസ് പിതാവിനോടും ഞാൻ പറഞ്ഞു, അത് ആജീവനാന്തം എന്ന്. ഇന്നും എൻ്റെ ആഗ്രഹം അതാണ്, അവസാനത്തെ ശ്വാസം വരെ കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കണമെന്ന്. ഞാൻ 4 മാസം ഒന്നും കോമായി കിടന്നില്ല, അത് ബിജുവിന് തെറ്റുപറ്റിയതാണ്. 2 ആഴ്ചയെ ഞാൻ കോമായിലായിരുന്നുള്ളൂ. പക്ഷെ 4 മാസക്കാലം വെന്റിലേറ്ററിലൂടെയാണ് ശ്വസിച്ചത്. 4 മാസം എനിക്ക് ശ്വസിക്കാൻ പാടില്ലായിരുന്നു. പ്രിയമുള്ളവരെ, അന്ന് ഈ രോഗം ഗില്ലാം പാറെ എന്ന് നിങ്ങൾ പറയുന്നത് ഗിലാംബറെ സിൻഡ്രോം, അതാണ് രോഗം. 2 ഫ്രഞ്ചുകാർ ഡോക്ടർമാരുടെ പേരാ, ഗില്ലാം മറ്റേ ബാരെ. അത് അവർ കണ്ടുപിടിച്ചാണ് പറയുന്നത്. ഇത് പച്ചയ്ക്ക് പറഞ്ഞാൽ പണ്ടൊക്കെ നിങ്ങൾ പറയില്ലേ, പനി പിടിച്ച് തളർന്നു എന്ന്. അതാണ് എനിക്ക് സംഭവിച്ചത്. പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ 2000 മുതൽ കഴിഞ്ഞ 15 വർഷമായിട്ട് ഗൾഫിൽ മുസ്ലിങ്ങൾക്ക് നേരിട്ടുള്ള സുവിശേഷ പ്രഘോഷണമുണ്ട്. അതിനുശേഷം ഈ 15 വർഷത്തിനിടയിൽ ധാരാളം മുസ്ലിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വചനം സ്വീകരിച്ച് ആത്മാവിനെ സ്വീകരിച്ചു. ഞാൻ എൻ്റെ പ്രശംസയ്ക്കായിട്ട് പറയുകയല്ല, സത്യം തുറന്നു പറയുന്നു. ഇവിടെ ഒരു കാര്യം ഓർക്കണേ, ഞാൻ സത്യം പറയുന്നവനാണ്. ചില കാര്യങ്ങൾക്ക് വിമർശനാത്മകമായേക്കാം, ചിലതൊക്കെ ഒരു പക്ഷെങ്കിൽ അത് നിങ്ങൾക്കൊക്കെ വേദന ഉണ്ടാക്കുന്ന സംഭവങ്ങളായിരിക്കാം, വിവാദപരമായിരിക്കാം. ക്ഷമിക്കണം, മഞ്ഞാക്കലച്ചൻ അതിന് കുപ്രസിദ്ധനാണ്. ഞാൻ പച്ചയ്ക്ക് പറയും, അതുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അത് പോയ വിവരങ്ങൾ എങ്ങനെ പോയെന്ന് ഞാൻ പറയാം. 8,630 അറബി മുസ്ലിങ്ങൾ എൻ്റെ ശുശ്രൂഷകളിൽ പങ്കുകൊണ്ട് പരിശുദ്ധാത്മാവിന് സ്ഥാനം സ്വീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം അവർ ഞങ്ങൾക്ക് മാമൂശ വേണം എന്ന് പറഞ്ഞാൽ വെള്ളത്താലുള്ള മാമൂശായിക്കൊണ്ട് ദാഹിക്കുന്നവരായിരുന്നു. ഇടയ്ക്കൊക്കെ 5 പേർക്ക് 10 പേർക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന് 4 വർഷങ്ങൾക്ക് മുൻപ് 500 പേരെ ഞാൻ ഡൽഹിയിൽ കൊണ്ടുവന്ന് അന്നത്തെ ഡൽഹി ആർച്ച് ബിഷപ്പിൻ്റെ നേതൃത്വത്തിൽ അവിടെ വെച്ച് സ്നാനം കൊടുത്തു. വേറൊരവസരത്തിൽ 800 പേരെ നേപ്പാളിലെ കത്തീഡ്രൽ കൊണ്ടുവന്ന് അവിടുത്തെ മെത്രാൻ്റെ കീഴിലും കൊടുത്തു. അത് കഴിഞ്ഞ് എൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തോന്നിച്ചു, മാമൂശ തരണമേ എന്ന് പറയുന്ന ഈ മക്കൾക്ക് കൊടുത്തില്ലെങ്കിൽ ദൈവമേ അത് ശരിയല്ലല്ലോ. ഞാൻ അധികാരികളുമായിട്ട് സംസാരിക്കുമ്പോൾ അവരെല്ലാം പറയുന്നത് കുഴപ്പമാണ് മാറ്റിവെക്ക്, മുസ്ലിങ്ങൾക്ക് മാമൂശ കൊടുത്ത പ്രശ്നമേ ഉള്ളൂ. അത് പല അധികാരികളും പറഞ്ഞു. റോമീനും കിട്ടിയ നിർദ്ദേശം അത് അപ്രകാരമായിരുന്നു, സൂക്ഷിക്കണമെന്ന്. വേണ്ട എന്ന് പറഞ്ഞില്ല, ഞാനത് പ്രാർത്ഥിച്ചു, സൂക്ഷിക്കണമെന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ എന്നെ സൂക്ഷിച്ചോളാനാണ്. ആ മാമൂശ കൊടുക്കരുത് എന്നൊരു നിർദ്ദേശവും പറഞ്ഞില്ല. പ്രിയപ്പെട്ട അബുദാബി ബിഷപ്പിനെ ഞാൻ എഴുതി, ഞാനൊരു മെഗാ പ്രോഗ്രാമായിട്ടാണ് വരുന്നത്. 4000-ഓളം ആളുകൾക്ക് മാമൂശ കൊടുക്കണമെന്ന്. 1912 ഡിസംബർ മാസം 3-ാം ആഴ്ചയിലാണ് ഞാൻ പോകുന്നത്. പ്രോഗ്രാം എല്ലാം അറബികൾ തന്നെ മരുഭൂമിയിൽ ശരിപ്പെടുത്തിയിരുന്നു. അവർ തന്നെയാണ് എല്ലാം ചെയ്യുന്നു. എന്നെ ഡൽഹി കൊണ്ടുവന്നു, അല്ലെ ബോംബെ കൊണ്ടുവന്നു, അവർ തന്നെയാണ്, അറബികളാണ്. മലയാളികൾ ഒരിക്കലും തൊടിക്കുകയില്ല. ഹല്ലേലൂയ. ഇന്ത്യക്കാരെ തൊടിക്കുകയില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ എനിക്കറിയാം, അവൻ എവിടെ ചെന്നാലും പാര വെക്കും, കുതികാല് വെട്ടുമെന്ന്.
ഞാനും മലയാളി തന്നെയാണ്, ഇന്ത്യക്കാരനാണ്, സ്വന്തം കാര്യം ഞാൻ പറയുകയാണ്. പ്രിയമുള്ളവരെ, ഇത് വചനപ്രഘോഷത്തിന് വലിയൊരു തടസ്സമാണ്. ആരെങ്കിലും വചനപ്രഘോഷം ഭംഗിയായി നടത്തിയാൽ അവിടെ ആളുകൾ കൂടിയ ഉടനെ നോക്കുന്നത് കുരികാലുവെട്ടാണ്, അവനെ എങ്ങനെ താത്തിത്തടാന്ന്. ഇത് നമ്മുടെ മലയാളികളുടെ പ്രശ്നം. ഇത് ഞാൻ പറയാണ്, നമ്മുടെ വചനപ്രഘോഷത്തിന് വലിയ തടസ്സമാണ്. ഇവിടെ ഒരു മഹൽ വ്യക്തിയെ ഞാൻ ഓർക്കും എപ്പോഴും. ആരെല്ലാം വചനം പ്രഘോഷിച്ചാലും കലർപ്പില്ലാതെ എപ്പോഴും പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു വചനപ്രഘോഷകനെ ഞാൻ കേരളത്തിൽ കണ്ടിട്ടുള്ളൂ, ബഹുമാനപ്പെട്ട നായിക്കൻ പറമ്പലച്ചൻ. എനിക്ക് പോലും വലിയ വലിയ ആളുകൾക്ക് ധ്യാനിപ്പിച്ച ആളുകളുമ്പം അശുവ ഉള്ളി തോന്നിയിട്ടുണ്ട്, പറഞ്ഞിട്ടില്ലെങ്കിലും. എന്നാൽ അത് ഉള്ളിൽ പോലും തോന്നാത്തൊരു മഹൽ വ്യക്തി, പരിശുദ്ധനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് പറയല്ല, ഇത് ഞാൻ എല്ലായിടത്തും പറയുന്നതാണ് പ്രിയപ്പെട്ടവർ. പച്ചപരമാർത്ഥങ്ങൾ എവിടെയും തുറന്നു പറയണം. പ്രിയ മക്കളെ, ഞാൻ പറയാൻ കാരണം നമ്മുടെ ഈ സങ്കുചിത മനസ്ഥിതികൾ വെടിയണം. വചനം പ്രഘോഷിക്കുന്നതിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരെ നമ്മൾ സ്നേഹിക്കണം, പ്രാർത്ഥിക്കണം. അവൻ ഏത് രീതിപ്പെട്ടാലും, അവൻ ഏത് പെട്ടവനായാലും വചനം പ്രഘോഷിക്കപ്പെടട്ടെ, കേൾക്കട്ടെ, അതായിരിക്കണം. ഇതുകൊണ്ടാണ് ഞാൻ ഗൾഫിലെ പ്രോഗ്രാമിന് ഇന്ത്യക്കാർ ആരും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് സത്യം തുറന്നു പറയുന്നത്. അറബികളായിരുന്നു ആദ്യകാലത്ത്, അതുകൊണ്ട് ഒത്തിരി വിഷമങ്ങളുണ്ടായി. ഇനി അങ്ങനെ അങ്ങോട്ട് പോകാനുള്ള കാരണം കൂടി പറയട്ടെ. ഞാൻ 1997 മുതലാണ് യൂറോപ്പിൽ പരിപാടി. ആദ്യമൊക്കെ 3 മാസം പോവും, 3 മാസം കഴിഞ്ഞ് തിരിച്ചു. എനിക്ക് വീസ ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ 2000 ഗാബി സുഖപ്പെട്ടു. അവളാണ് അതിനുള്ള മാർഗങ്ങൾ കണ്ടുപിടിച്ചത് എനിക്കൊരു പെർമനന്റ് വീസ ഉണ്ടാകാനായിട്ട്. പ്രിയപ്പെട്ട 2000 ഞാൻ വചനം പ്രഘോഷിക്കാനായിട്ട് പോവുകയാണ് സൗദി അറേബ്യ, റിയാദിൽ. ഞാൻ ബോംബെ എയർപോർട്ടിൽ ഇരിക്കുകയാണ്. ഇമിഗ്രേഷൻ്റെ സമയമായി. അപ്പോൾ എപ്പം ഗൾഫിന് പോയാലും എൻ്റെ പ്രൊവിൻഷ്യാളച്ചൻ പറയുമായിരുന്നു, അച്ഛൻ പോകുമ്പോൾ തിരിച്ചു വരുമല്ലോ എന്ന് അറിഞ്ഞുകൂടാനാണ് ഞങ്ങളുടെ മനസ്സിലെപ്പോഴും. നിങ്ങൾക്കറിയാം റിസ്കിയാണ് വർക്ക് എന്ന്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എയർപോർട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാസ്പോർട്ടും കൈപ്പിടിച്ച് ടിക്കറ്റ് മാറ്റിയിരിക്കുമ്പോൾ എൻ്റെ മുന്നിൽ ഒരു രസം. ഒരു ചെറുപ്പക്കാരൻ, ഒരു 21 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരൻ, എൻ്റെ കൂടെയുള്ള ഈ മക്കളെപ്പോലും ഇരിക്കും കണ്ടാൽ വിളമ്പൻ. പക്ഷെ ഡ്രസ്സ് ചെയ്തിരിക്കുന്നൊരു കൈലിമുണ്ട് കൊടുത്ത്, ഒരു തോർത്തൂറിയാണ് തോളിൽ, ഇന്ത്യക്കാരനെ പോലുള്ള വേഷം, മേത്തെല്ലാം ടാറ്റൂസ് കുത്തിയിട്ടുണ്ട്, മാത്രമല്ല ചന്ദനം തൊട്ടിട്ടുണ്ട്, പൊട്ടുണ്ട്. ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പം തലയുടെ പകുതി വടിച്ചിട്ടുണ്ട്, പകുതി പന്നിവാല് പോലെ തൂങ്ങിക്കിടക്കുന്നു. അപ്പോൾ ഇവൻ പോലീസിനോട് തട്ടിക്കയറുന്നു. ഞാൻ ശ്രദ്ധിച്ചു. പോലീസിനോട് അവൻ ചോദിക്കുകയാണ്, താൻ ഇന്ത്യക്കാരൻ പോലീസല്ലേ? ദൈവത്തിൽ വിശ്വാസമില്ലേ? എൻ്റെ ദൈവത്തെ കൂടെ ഈ വിമാനത്തിൽ കൊണ്ടുപോകാൻ നിങ്ങൾ എന്നെ അനുവദിക്കാത്തത്? അടാടാ, അവൻ്റെ ദൈവത്തെ കൊണ്ടുപോകാൻ അനുവദിക്കാത്ത പോലീസുകാരല്ല. ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ അവൻ്റെ കയ്യിലൊരു ചുണ്ടലിയും കഴുത്തിലൊരു പാമ്പും ഉണ്ട്. ഇതാണ് അവൻ്റെ ദൈവങ്ങൾ. അവൻ ഇതിനെയും കൊണ്ട് വിമാനത്തിൽ പോകാനായിട്ട് പോലീസുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. നമുക്കറിയാമല്ലോ ഇന്ത്യ പോലീസ്. ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്. ആ പോലീസ് വീണ്ടും വീണ്ടും അവനോട് ഗെറ്റ് ഔട്ട് അടിക്കുകയാണ്. അവൻ വലിയ ക്യൂ ആണ്. നിങ്ങൾക്കറിയാമല്ലോ ഇന്ത്യയിലെ എയർപോർട്ടിൽ എന്ന് പറഞ്ഞാൽ, ഒരു ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ അവരെല്ലാം പറയാണ്, ത്രോ ദറ്റ് ബോയ് ഔട്ട്, ത്രോ ദറ്റ് ബോയ് ഔട്ട്. ആ ചെറുക്കനെ ദൂരെ എറിയുമെന്ന് പറയാം. എനിക്ക് നാണംകേട് തോന്നി. യൂറോപ്പ് എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ രാജ്യം. ക്രൈസ്തവ രാജ്യത്തിലെ ഒരു ചെറുക്കൻ ഈ ഇന്ത്യൻ വേഷത്തിൽ ഒരു ചുണ്ടലിയും കൈപ്പിടിച്ച് ഒരു ഓലപ്പാമ്പിനെ, ഒരു പച്ചപ്പാമ്പിനെ ഇട്ടുകൊണ്ട് ദൈവമാണെന്ന് പറഞ്ഞ ഭാഗമുണ്ട്. അതേമേ, ഇത്രമാത്രം യൂറോപ്പ് പരപ്പറിച്ചു പോയല്ലോ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ഓർത്തു മക്കളെ. അങ്ങനെ ഞാനപ്പോൾ ഓർത്ത് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക്? ആ അവസരത്തിൽ ഒരു ക്രിസ്ത്യാനിക്ക് ചെയ്യാൻ പറ്റുന്നതാ പ്രാർത്ഥിക്കുക. ഞാൻ പ്രാർത്ഥിച്ചു, ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ചു, ഒച്ചത്തിൽ പ്രാർത്ഥിച്ചു. ഒച്ചത്തിൽ ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ചാൽ പോലീസ് എന്നെപ്പെട്ട് മനസ്സരോഗാശുപത്രിയിലാക്കും. അതുകൊണ്ട് ഞാൻ മനസ്സുകൊണ്ട് കബലല ഉള്ളുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ഏത് ക്ലേശങ്ങളിലും ഏതാപത്തുകളും പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം ആത്മാവിൻ്റെ ശക്തി വന്നിട്ടുണ്ട്, അഭിഷേകം വന്നിട്ടുണ്ട്, എന്നെ നയിച്ചിട്ടുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 8:26 വായിക്കുന്ന പോലെ അവൻ നമ്മുടെ ബലഹീനതയിൽ നമ്മളെ സഹായിക്കുന്നു. ഏത് ബലഹീനതയുണ്ടോ, കോപമായിരിക്കാം, അരിശമായിരിക്കാം, വിദ്വേഷമായിരിക്കാം, മനസ്സിൽ വരുന്നത് അശ്ലീലത്തിൻ്റെതായ ബലഹീനതയായിരിക്കും. പരിശുദ്ധാത്മാവിനെ വിളിക്കൂ, പരിശുദ്ധാത്മാവിനെ വിളിക്കൂ. ആത്മാവെ, പരിശുദ്ധാത്മാവ് വരണമെന്ന് ആ ശക്തി കടന്നു വരും. നിനക്ക് വേണ്ട മാർഗനിർദ്ദേശം, ഉപദേശം തരും. പ്രിയമുള്ളവരെ, ആ സമയത്ത് ആത്മാവ് എനിക്ക് വെളിച്ചം തന്നുകൊണ്ട് ഇവൻ്റെ പേരും ഇവൻ്റെ വ്യക്തിത്വവും കാണിച്ചു തന്നു. ഐഡൻറ്റിറ്റി, ഇംഗ്ലീഷ് മലയാളം കിട്ടുന്നില്ല. ഇവൻ ആരെന്ന് കാണിച്ചു തന്നു. ഞാൻ പെട്ടെന്ന് എൻ്റെ കൈ അവൻ്റെ തോളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, നീ ഒരു ജോസഫ് എന്ന് പറഞ്ഞ ജന്മൻ കത്തോലിക്കനല്ലേ എന്ന്. അവനെ നോക്കി. നിന്നോട് ആര് പറഞ്ഞു ഞാൻ ജർമ്മനാണെന്നും ഞാൻ ഒരു കത്തോലിക്കനാണെന്നും? ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവാണ് പറഞ്ഞത്. നിന്റെ കർത്താവ് ആരാ? നിന്റെ ദൈവം ആരാ?
അന്ന് നിനക്കറിയാം, ഇതുപോലെ പരസ്യമായിട്ട് ഒരു കുരിശുരൂപം കൈപ്പിടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല സൗദി അറേബ്യക്ക്. എൻ്റെ ബെൽറ്റിൻ്റെ അടിയിൽ ഇന്നതും പറ്റില്ല. ഒരു ചെറിയ ഈ കാശുരൂപത്തിന് അറ്റത്തുള്ളതുപോലെയുള്ള ഒരു കുരിശുരൂപം ഉണ്ടായിരുന്നു. ഞാൻ എടുത്തിട്ട് പറഞ്ഞു, മോനെ, ഇതാണ് നിൻ്റെയും എൻ്റെയും ദൈവം. വർഷങ്ങൾക്ക് മുമ്പ് ജർമ്മനിയിൽ മാമോദിസ തൊട്ടിൽ വെച്ച് ഏതോ ഒരു വൈദികൻ നിനക്ക് മാമോദിസ തന്നതുകൊണ്ട് നീ ദൈവത്തിൻ്റെ പൈതലായി തീർന്നു. അതുകൊണ്ട് നിനക്ക് ദൈവത്തെ പിതാവിനെ വിളിക്കാനുള്ള ഭാഗ്യം കർത്താവ് തന്നു. അതുകൊണ്ടാണ് അച്ഛന്മാരെ അച്ഛ എന്ന് വിളിക്കുന്നത്. ആ വൈദികൻ ആരെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവൻ്റെ തലത്തിൽ നിന്നുകൊണ്ട്, അവൻ്റെ പേരിൽ നിന്നുകൊണ്ട് ഞാൻ നിന്നെ മോനെ എന്ന് വിളിക്കുന്നത്. മോനെ, ഈ പാമ്പിനെയും ഈ എലിയെയും കളഞ്ഞിട്ട് നീ ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കൂ. അപ്പോൾ എന്നോട് ചോദിച്ചു, നീ പറയുന്ന ദൈവത്തെപ്പറ്റി എന്നോട് പറഞ്ഞു തരാമോ? ഞാൻ പറഞ്ഞു, മോനെ, ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ ഞാൻ മുഴുവൻ പറഞ്ഞുതരാം, ഇവയെ ദൂരെ എറിയാൻ പറഞ്ഞു. അവൻ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ എന്നെ അനുസരിച്ച് 1 മണിക്കൂറോളം പോലീസ് എടുത്തിട്ട് സാധിക്കാതെ വന്നത് പാമ്പിനെയും ചുണ്ടലിയെയും ചവിട്ടുകുട്ടിലേക്ക് എറിഞ്ഞു. പോലീസ് എന്നോട് പറഞ്ഞു, താങ്ക് യു ഫാദർ എന്ന്. മറ്റുള്ളൊരു കൈയും അടിച്ചു, നിങ്ങളിപ്പോൾ അടിച്ചതുപോലെ. പ്രിയമുള്ളവരെ, ആ വിമാനത്തിൽ 3.5 മണിക്കൂർ സമയവും ഈശോയെപ്പറ്റി ഞാൻ ഈ മകനോട് സംസാരിച്ചു. അപ്പൻ്റെ അമ്മയുടെയും സ്നേഹം എന്നെ അറിഞ്ഞിട്ടില്ലാത്ത, ചെറുപ്പത്തിൽ തന്നെ ലൈംഗികമായി ദുർവിനിയോഗിക്കപ്പെട്ട ഒരു കത്തോലിക്ക പയ്യനായിരുന്നു അവൻ. മുഴുവൻ ചരിത്രത്തിലേക്ക് ഞാൻ പറഞ്ഞു, നിങ്ങൾ സമയം ബോറടിക്കുന്നില്ല. അങ്ങനെ അവൻ നിരാശയിൽ ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ ഒരു ഹൈന്ദവ ഗുരു അവനോട് മ്യൂണിക്കിൽ വെച്ച് പറഞ്ഞു, നീ ഇന്ത്യയിൽ പോയി ആശ്രമങ്ങളിലും അമ്പലങ്ങളിലും പോയാൽ നിനക്ക് സമാധാനവും നല്ല ജീവിതം ഉണ്ടാകും. അവൻ ഇവിടുത്തെ പല ആശ്രമങ്ങളിലും അമ്പലങ്ങളിലും പോയി ഭജനം നടത്തി, വിശുദ്ധകൾ നടത്തി, രാമകൃഷ്ണ എല്ലാം വിളിച്ചു. അവസാനം 6 മാസത്തെ വീസ കഴിഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, ഞാൻ 2 ദൈവങ്ങളെ നിനക്ക് തരാം, ഇതും കൊണ്ട് നീ ജർമ്മനി ചെന്ന് ധ്യാനിച്ചാൽ മതി, നിനക്കെല്ലാം സൗഖ്യമാകുമെന്ന്. അങ്ങനെയാണ് ഈ 2 ദൈവങ്ങളെ കൊണ്ട് വിമാനത്തിൽ പോകുന്ന കഥ. പ്രിയപ്പെട്ടവരെ, അവൻ്റെ കഥകൾ മുഴുവൻ പറഞ്ഞ് അവനോട് ചോദിച്ചത് എന്താണെന്നറിയാമോ? എന്നെ മകനെന്ന് വിളിക്കാൻ കാര്യം, വൈ ഡിഡ് യു കോൾ മീ മൈ സൺ? പ്രിയമുള്ളേ, യൂറോപ്പിലേറെ ചെറുപ്പക്കാർ മാതാപിതാക്കളുടെ സ്നേഹം അനുഭവിക്കാത്തവർ മോനെന്ന് വിളിച്ചാൽ പിന്നെ വിടുകയില്ല അവരെ. പ്രിയമുള്ള, ഇവനെ മോനെന്ന് വിളിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു, ആ മാമോദിസയിലെ കൃപയിലൂടെയാണ് മോനെ ഞാൻ നിന്നെ മോനെന്ന് വിളിച്ചത്. അന്ന് മുതൽ പപ്പാൻ എന്നെ വിളിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ റിയാദിൽ ചെന്നു. അവിടുത്തെ ഒരു ഹോട്ടലിൽ ഞാൻ ദീപബലി അർപ്പിച്ചു. ഒരു 50-60 മുസ്ലിം വിശ്വാസികൾ ചുറ്റുമുണ്ടായിരുന്നു, മാമോദിസ സ്വീകരിക്കാത്തവർ. ഞാൻ ബലി അർപ്പിച്ചപ്പോൾ കുർബാന സ്വീകരിക്കുവാൻ യോഗ്യതയുണ്ടായിരുന്ന ഏക വ്യക്തി ജോസഫായിരുന്നു. കാരണം എൻ്റെ വിമാനയാത്ര അവസാനിച്ചത് അവൻ്റെ മുഴുവൻ കുമ്പസാരത്തോടു കൂടിയാണ്. യേശുവേ സ്തോത്രം. അവൻ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞ് ആശീർവാദം കഴിഞ്ഞ് ഞാൻ 2 കൈകളും തലയിൽ വെച്ച് പരിശുദ്ധാത്മാവിന് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ മറക്കില്ല അവൻ്റെ മുഖവും അവൻ്റെ മുഖപാപങ്ങളും. പപ്പ, this is what I was searching for. I met him. I will live and die for him. അപ്പച്ച, ഇതായിരുന്നു ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അത് കിട്ടി. അവനെ ഞാൻ കണ്ടുമുട്ടി. ഇനി ഞാൻ ഒരിക്കലും വിടില്ല. I will live and die for him. ഞാൻ അവന് വേണ്ടി ജീവിക്കും, അവന് വേണ്ടി മരിക്കും. കരഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചു. പ്രിയപ്പെട്ടവരെ, അന്നു മുതൽ കഴിഞ്ഞ 7 മാസങ്ങൾക്ക് മുമ്പ് വരെ ഐസിസിനാൽ കൊല്ലപ്പെടുന്നവരെ എനിക്ക് ഗൾഫിലെ മിഷൻ പ്രവർത്തനത്തിന്, സുവിശേഷ പ്രഘോഷണത്തിന് താങ്ങും തണലുമായിരുന്നു എൻ്റെ ജോസഫ് മോൻ. ആദ്യകാലത്തൊക്കെ ഗൾഫിൽ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കെല്ലാം സംഘടിപ്പിച്ച് ഒത്തിരി അപകടങ്ങളൊക്കെ പറ്റി 6 തവണ എന്നെ ജയിലിലടച്ചു. അപ്പോൾ ഒരു തവണ എന്നെ ചാട്ടവാറ് കൊണ്ട് അടിച്ചു. 12 ദിവസം ആഹാരം കഴിക്കാതെ ജയിലിൽ കിടക്കേണ്ടി വന്നൊക്കെയുണ്ട്. പക്ഷെ അവിടെ എല്ലാം അത്ഭുതകരമായ രീതിയിൽ പരിശുദ്ധാത്മാവ് എന്നൊക്കെ വിടുതൽ അനുഗ്രഹിച്ചു. ഈ കഷ്ടപ്പാടുകൾ കൊണ്ടപ്പോൾ ഞാൻ ഓർത്തെന്തെന്നറിയാമോ? നാട്ടിൽ വെച്ച് എന്നെ പിടിച്ചുകൊണ്ട് പോലും തലമുട്ടി അടിച്ചതും 5 ദിവസം കക്കൂസിൽ അടച്ച് ആഹാരം തരായിരുന്നെല്ലാം ഇങ്ങനെ ഗൾഫിൽ പോകാനുള്ള എൻ്റെ നോവിഷ്യേറ്റ് ആയിരുന്നു എന്ന്. ഹല്ലേലൂയ. ഇതൊക്കെ സംഭവിച്ചിട്ടും അല്പം പോലും പിന്തിരിയാൻ കൂട്ടാക്കിയില്ല. പ്രിയരെ, വീണ്ടും വീണ്ടും പോവുക. ഈ മകനെ കിട്ടി, ഈ ജോസഫ് മകനെ കിട്ടിയപ്പോൾ മുതൽ ധാരാളം അറബികളെ തന്നെ എനിക്ക് നേരിട്ട് ബന്ധപ്പെട്ടു. അവർ തന്നെ എൻ്റെ പരിപാടികളെല്ലാം അറേഞ്ച് ചെയ്യുന്നത്. എല്ലാം അറേഞ്ച് ചെയ്ത ശേഷം എന്നെ വിളിക്കും. ഞാൻ നവംബർ ഡിസംബർ മാസങ്ങളിൽ അങ്ങനെ ഗൾഫിൽ പോകുന്ന പരിപാടി ആരംഭിക്കുന്നത്.
പ്രിയമുള്ള ഈ മെഗാ പരിപാടിയുമായിട്ടായിരുന്നു ഞാൻ പോയത്. 4000-ഓളം പേർക്ക് മാമോദിസ കൊടുക്കുവാനായിട്ട്. പ്രിയപ്പെട്ട ഈ ജോസഫും ഉണ്ടായിരുന്നു. അവനാണ് എല്ലാം. അത് സൗദിയിൽ എനിക്ക് പോകത്തില്ലായിരുന്നു കഴിഞ്ഞ 6 വർഷമായിട്ട്. കാരണം എൻ്റെ പേര് അവിടെ പല പത്രങ്ങളിലും വന്നു പിടിക്കപ്പെടണമെന്ന്. മാത്രമല്ല എൻ്റെ പാസ്പോർട്ടിൽ അവർ അടിക്കുകയുണ്ടായി. എനിക്ക് അവിടെ പ്രവേശനമില്ല. അതുകൊണ്ട് അതിൻ്റെ പ്രാന്തപ്രദേശമായ ബഹ്റിനിൽ ആണ് ഇതെല്ലാം ഒരുക്കിയത്. പക്ഷേ അതിൽ സംബന്ധിക്കുന്നു മാമോദിസ സ്വീകരിക്കുന്നു ഭൂരിപക്ഷവും സൗദി മുസ്ലിംസുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, മനോഹരമായ പരിപാടി നടത്തി. 6000-7000 പേരുണ്ടായിരുന്നു. അതിൽ 3636 പേർക്ക് സ്നാനം കൊടുത്തു. വെള്ളത്താലുള്ള മാമോദിസ. അത് കഴിഞ്ഞ് ഏകദേശം 6000 മുസ്ലിങ്ങൾ ഒന്നിച്ച് മരുഭൂമിയിൽ ഒരു ക്രിസ്മസ് ആഘോഷിക്കാൻ തീരുമാനിച്ചു. ഈ കാര്യം ഞാൻ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഈ ഗാബിയുടെ മകൻ ഡോക്ടർ റിച്ചി അവരെനിക്ക് വേണ്ടി പ്രബോധിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ വിളിച്ചു പറഞ്ഞു, ഞാൻ 2 ദിവസം കഴിഞ്ഞേ വരൂ, കാരണം ഈ ക്രിസ്മസ് പരിപാടി കൂടുമെന്ന്. അപ്പോൾ അവർ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ സന്ദേശം എന്താണെന്നറിയാമോ? അവർ കൂടാതെ പോരണമെന്ന്. അപ്പം എൻ്റെ മനസ്സുകൊണ്ട് എൻ്റെ അഹങ്കാരി താഴെ വീഴും. ഞാനോർത്തി അൽമേനി പറയുന്ന പ്രവചനം എന്നാ കേൾക്കാനാണ്, ഞാൻ അച്ഛനല്ലേടാ. അതുകൊണ്ട് അവർ പറഞ്ഞതിനെ ഞാൻ വിഗണിച്ചു. അതൊരു വലിയൊരു തെറ്റായിരുന്നു പ്രിയപ്പെട്ടവരെ. മാത്രമല്ല വേറെ വലിയ അഹങ്കാരം എൻ്റെ ഉള്ളിൽ വന്നു. എന്താണെന്നറിയോ? ഇത്രയും പേർക്ക് മാമോദിസ കൊടുത്തവിടെ ഒന്നിച്ച് ബലിയർപ്പിച്ചടാ, കത്തോലിക്ക തിരുസഭയിൽ ഒരു വൈദികനും ചെയ്യാത്ത ഞാൻ ചെയ്തല്ലോ എന്ന് ഞാൻ അഹങ്കരിച്ച മക്കളെ. സത്യം പറയാണ്, അഹങ്കാരി പതിക്കും. ഹല്ലേലൂയ. ഈ അഹങ്കാരത്തോടെയാണ് ഞാൻ ഈ പരിപാടി എല്ലാം കഴിഞ്ഞ. ഈ പരിപാടി വലിയതായിരുന്നു. അറബികൾ നല്ല ചോറ്, കറി, ബിരിയാണി ഇതെല്ലാം ഉണ്ടാക്കി. അയ്യോ, ഒട്ടകത്തെ പൊരിച്ചത്, കോഴിയെ പൊരിച്ചതെല്ലാം ഉണ്ട്. വായു കോരി തിന്നത്. വായി തരുമ്പോൾ ദൈവമേ അതിനകത്ത് വല്ല വിഷവും കലരാനിടയുണ്ട് എന്നത് അവിവേകം പോലും എൻ്റെ അഹങ്കാരത്തിൽ വിട്ടുപോയി. പ്രിയപ്പെട്ടവരെ, ഞാൻ വന്നു കൽക്കട്ട വഴിയായിരുന്നു എൻ്റെ ഫ്ലൈറ്റ് പോക്കും വരവും. അപ്പോൾ പ്ലെയിനിൽ കയറിയപ്പോൾ തന്നെ വയറാവപ്പാടെ പ്രകമ്പനമായി. പലതവണ കക്കൂശി പോണ്ടായിട്ട് വന്നു, പനിക്കാൻ തുടങ്ങി. ഞാനങ്ങനെ ക്ഷീണിതനായി കൽക്കട്ടയിൽ നിന്ന് ദുബായിൽ വന്നിരിക്കുന്നു. അവിടെ ലോഞ്ചിൽ ഇരിക്കുമ്പോഴാണ് ഒരു മനുഷ്യനോട് ചോദിച്ചു, ഒരു കാപ്പി തരട്ടെ, തന്നെ കണ്ടൊരു ക്ഷീണിച്ചിരിക്കുന്നില്ലെന്ന്. ഞാൻ കാപ്പി മേടിച്ചു കുടിച്ചു. എന്നാൽ ആ കാപ്പിക്കകത്തും വിഷം തരാൻ ചാൻസ് ഉണ്ടല്ലോ എന്ന് ചിന്തിക്കാനുള്ള വിവേകമില്ലായിരുന്നു. സാധാരണഗതി തന്നെ പോയാണ് കാപ്പി എടുക്കേണ്ടത്. പ്രിയമുള്ളവർ, എൻ്റെ രോഗം വർദ്ധിച്ചു. പ്ലെയിനിൽ കയറിയിട്ട് എത്ര തവണ പോയെന്നറിയത്തില്ല. കൂടെ 5-10 മിനിറ്റ് ഇടയ്ക്ക് കക്കൂശി പോകണമായിരുന്നു. എന്നെ എയർ ഹോസ്റ്റസ് വളരെ കാര്യമായിട്ട് നോക്കി. അവിടുന്ന് പനി ധാരാളം 39-40 അവിടുന്ന് ഒരു തരത്തിൽ മ്യൂണിക്കിൽ വന്നിറങ്ങി. ഗാബി എന്നെ കൊണ്ടുപോരാനായിട്ട് മ്യൂണിക്കിൽ ഉണ്ടായിരുന്നു. എന്നെ നേരിട്ട് ഈ ഡോക്ടർമാർ, ഈ ഡോക്ടർ ഹെലേന, ഭർത്താവ് ഡോക്ടർ റിച്ചി വന്ന് മരുന്ന് വന്നു. കാരണം 22-ാം തീയതി എനിക്ക് ബോംബെക്ക് ഫ്ലൈ ചെയ്യണം. ഡിസംബർ 22-ാം തീയതി എൻ്റെ ചേട്ടൻ്റെ, 28-ാം തീയതി എൻ്റെ ചേട്ടൻ്റെ മകൻ്റെ തിരുപ്പട്ടമാണ് ബോംബെയിൽ. അതുകൊണ്ട് പോകാൻ തീരുമാനിച്ചു. ക്രിസ്മസും വീട്ടുകാരോടെ കൂടിയിട്ടാട്ടെ എന്ന് വിചാരിച്ചാണ് 22 പോകാൻ തീരുമാനിച്ചത്. പ്രിയമുള്ളവർ, അങ്ങനെ ഇരിക്കവേ ഞാൻ ബഹുമാനപ്പെട്ട ജോർജ് വയലിലച്ചൻ്റെ 25-ാം ചരമവാർഷികത്തിന് ഒരു മിഷൻ സംഗമം SFS സെമിനാരി ഏറ്റുമാനൂരിൽ വെച്ചുണ്ടായിരുന്നു. അതിൻ്റെ മുഖ്യ പ്രസംഗം എൻ്റേതായിരുന്നു. കാരണം അദ്ദേഹം എൻ്റെ അധ്യാത്മിക ഗുരുവും ഞാനും അദ്ദേഹത്തിൻ്റെ അധ്യാത്മിക ഗുരുവായിരുന്നു. ഞങ്ങൾ പരസ്പരം. അതുകൊണ്ട് അദ്ദേഹത്തെപ്പറ്റിയുള്ള പ്രസംഗം ഞാനായിരുന്നു കൊടുക്കേണ്ടത്. നമുക്കറിയാം, കേരള സഭയിൽ നിന്ന് ആദ്യം മിഷന് പോയ ഒരു വൈദികനാണ് ഫാദർ ജോർജ് വയലിൽ. അപ്പോൾ ഈ പ്രസംഗം ഞാൻ കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യാണ്. പെട്ടെന്ന് പരിശുദ്ധാത്മാവിൽ എനിക്ക് തോന്നി, 2 ആഴ്ചയായി കുമ്പസാരിച്ചിട്ട്. അപ്പോൾ എനിക്കൊന്ന് കുമ്പസാരിക്കാൻ പോകണം. ഞാൻ ഗാബിയോട് പറഞ്ഞു, മോളെ ഞാൻ ഡ്രൈവ് ചെയ്തൊരിക്കലും എനിക്ക് ഡ്രൈവിങ് പറ്റില്ല, അതുകൊണ്ട് എനിക്ക് ഒന്ന് കുമ്പസാരിക്കാൻ പോകണം ബോംബെക്ക് പോകുന്നതിന് മുമ്പായിട്ട്. ഒരുങ്ങിക്കോ, ഞാൻ കൊണ്ടുപോകാം. ഏത് കാര്യം എപ്പോൾ പോകണമെന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തിനും തയ്യാറാകുന്നവളാണ്. ഞാൻ എൻ്റെ മുറിയിൽ പോയി മുഖം കഴുകാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കൈയും കാലും കിലുകിലിപ്പ്, നിൽക്കാൻ പ്രയാസം. ദൈവം ഇതെന്താ? അപ്പോൾ ഞാൻ ഓർത്ത് അന്നൊരു കാപ്പി രാവിലെ കുടിച്ചോ, അല്ലാതെ ഒന്നും കഴിച്ചിട്ടില്ല. പക്ഷെ അതുകൊണ്ടായിരിക്കും. അപ്പോൾ പുറത്ത് പോയി കഴിക്കാം ആഹാരം. കാരണം ഞങ്ങൾ ധൃതി പിടിച്ച പാക്കിങ്, പല പരിപാടികൾ. ഈ വരുന്ന ധ്യാനം, ഞാനൊരു ധ്യാനം കൂടിയാൽ ആ ധ്യാനത്തിൽ വരുന്ന എഴുത്തുകൾക്കെല്ലാം ഞാൻ മറുപടി കൊടുക്കും. കൈകൊണ്ട് എഴുതും, അല്ലെങ്കിൽ ഇമെയിലാണെങ്കിൽ ഇമെയിൽ അയക്കും. അത് ഒരു സമയം പോലും ഇരിക്കുകയില്ല. പാതിരാ വരെ ഇരുന്ന് അതിനുവേണ്ടി ജോലി ചെയ്യും. അപ്പം അങ്ങനെ ജോലി ചെയ്തു. ഒന്നും ഉണ്ടാക്കിയില്ല, കഴിച്ചുമില്ല. വഴിയിൽ നിന്ന് വല്ലതും മേടിച്ച് തിന്നാമെന്ന് തീരുമാനിച്ചുകൊണ്ട് വിശക്കുന്നായിരിക്കും ഞാൻ ഓർത്തു. പെട്ടെന്ന് എൻ്റെ കാല് നിൽക്കാൻ മേലാത്ത പരുവമായി. ഞാൻ ഭിത്തിക്ക് പിടിച്ച് ഈ മകളുടെ മുറി ചെന്ന് മുട്ടി. അവൾ തുറന്നു. ഞാൻ പറഞ്ഞു, ഐ എം ഗോയിങ് ടു ബി പാരലൈസ്ഡ്, ഞാൻ തളർന്നു പോകാൻ പോവുകയാണ് എന്ന്.
അവൾ പറഞ്ഞു, അച്ഛാ അങ്ങനെ പറയരുത്, കരഞ്ഞോണ്ട്. ആ സമയം ഞാൻ നിലത്തേക്ക് വീണു. എന്നെ കൈക്ക് പിടിച്ച് കട്ടിലിരുത്തി ആംബുലൻസ് വിളിച്ചു. ആംബുലൻസുകാർ വന്നപ്പം എനിക്ക് ഹാർട്ടിന് കുഴപ്പമില്ല, കിഡ്നിക്ക് കുഴപ്പമില്ല. എന്നെ ആശുപത്രിയിൽ ആശുപത്രിയിൽ ചെന്നു. മ്യൂണിക്കിലെ, ജർമ്മനിയിലെ ഏറ്റവും പ്രസിദ്ധമായ ആശുപത്രി. കാണുമ്പോഴേ എനിക്കൊരു ഇൻഷുറൻസ് ഇല്ല. യൂറോപ്പിൽ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ആരും നോക്കില്ല. പൈസ ഉണ്ട്, ഞാൻ തരാം. ക്രെഡിറ്റ് കാർഡ് എടുത്ത് വെച്ചിട്ട് ഗാബി വളർത്തിട്ട് ഗാബിയും കറമ്പി, ഞാനും കറമ്പി. അവൾ പെറുവിൽ നിന്ന് വന്നവൾ, ഞാൻ ഇന്ത്യയിലേക്ക് കറമ്പി. അവർ പക്ഷെ അവർ ഓർത്ത് കാണും, പെറുവിൽ നിന്നൊരു സ്ത്രീയും അതെ ഇന്ത്യയിൽ നിന്നൊരു അച്ഛനും കൂടി എങ്ങനെയാണ് കൂടിയെന്ന്. ഹല്ലേലൂയ. അതെ, ജർമ്മൻകാർക്ക് ഇങ്ങനെ പല പല ചിന്തകൾ തലയിൽ വരുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, ഏതായാലും ശരി, എനിക്ക് ചികിത്സ കിട്ടിയില്ല. അവർ പറഞ്ഞു, അതെ വെള്ളിയാഴ്ച സംഭവം, അടുത്ത തിങ്കളാഴ്ചയെ ഞങ്ങൾക്ക് ഡോക്ടർമാരെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്നെ വിഗണിച്ചു, അത് ഡിസ്ക്രിമിനേറ്റ് ചെയ്തു. സത്യം പറയട്ടെ, ഈ സമയം മകൾ, ഈ ഗാബി മകനെ വിളിച്ചു. മകൻ ആശുപത്രി ജോലിയാണ്, സാൽസ്ബൂർഗ് ഓസ്ട്രിയയിൽ. ഏകദേശം 2 മണിക്കൂർ കൊണ്ട് ഇത് കറ്റപ്പോഴേ അവന് മനസ്സിലായി എൻ്റെ രോഗം ഗില്ലാംപാറയാണ് എന്ന്. അദ്ദേഹം പറഞ്ഞു, ഇത് വളരെ ഗൗരവമാണ്, 24 മണിക്കൂറും ഞാൻ മരിക്കുമെന്ന്. അദ്ദേഹം കാറിൽ പാഞ്ഞു വന്നു. അപ്പോഴേക്ക് ഞാൻ തളർന്ന് എൻ്റെ ഇവിടം വരെ, അതെ എൻ്റെ മുലഭാഗം വരെ തളർന്നു. എനിക്ക് നടക്കാൻ പറ്റില്ല. അദ്ദേഹം കയ്യിൽ കോരി എന്നെ എടുത്ത് കാറിലിരുത്തി. വഴിയിൽ ഇവർ സ്പാനിഷ് ഭാഷയിൽ എന്നെപ്പറ്റി പറയുന്നുണ്ട്. അത് കുറച്ചെല്ലാം എനിക്കറിയാം, ഭാഷ പഠിച്ചിട്ടില്ലെങ്കിലും ട്രാൻസ്ലേഷൻ നടക്കുമ്പോൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഞാൻ ഏതാനും മണിക്കൂറിലേക്കും മരിക്കുമെന്ന്. ഇതിന് ചികിത്സ അത് വളരെ ചുരുക്കമാണ്. എനിക്കിത്രയും പ്രായവുമായി 2 മണിക്കൂറിന് ആശുപത്രി ചെന്നപ്പോൾ അവിടെ എന്നെ എടുക്കുകയില്ല. കാരണം പൈസ പ്രശ്നം. എത്ര പുണ്യപ്പെട്ട ആശുപത്രികൾ നടത്തുന്നതിന് വേണ്ടിയാണ് പൈസയ്ക്ക്. അപ്പോൾ ഇൻഷുറൻസ് ഇല്ല, രൊക്കം പൈസ വേണം. ഈ സമയം ആ മകൻ എവിടെ നിന്നോ പലരും ചോദിച്ചു, 15,000 യൂറോ മേശപ്പുറത്ത് വെച്ചു. അങ്ങനെ 3 മണിക്കൂർ കഴിഞ്ഞ് എന്നെ അഡ്മിറ്റ് ചെയ്യുന്നു. അവർ പരിശോധിച്ചിട്ട് ഈ ഗില്ലാംപാറയുടെ യാതൊരു ലക്ഷണവും കാണുന്നില്ല. അവർ പറഞ്ഞ ഏതോ പാരമ്പര്യ രോഗം വന്നു. അപ്പോൾ ഈ ഗാബിയുടെ മകൻ പറയുന്നുണ്ടായിരുന്നു, ഗില്ലാംപാറയാണ്, ചികിത്സിക്കണം, എങ്കിൽ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട് എന്ന്. ഇതൊക്കെ ഞാൻ കേൾക്കാൻ എനിക്ക് നല്ല സുബോധമുണ്ട്. അപ്പോൾ ഞാൻ കഴുത്തുവരെ തളർന്നു. ഞാനപ്പോൾ ഓർത്തു, എനിക്ക് ഒടുക്കത്തെ ഒരു കുർബാന ചെല്ലണം. ഞാൻ ഇവരോട് പറഞ്ഞു കുർബാനയ്ക്ക് ഒരുക്കണമെന്ന്. ഞാൻ തത്സമയം എൻ്റെ പ്രൊവിൻഷ്യാലച്ചനെ വിളിച്ചു, അത് എൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ. എൻ്റെ കയ്യിൽ ആരൊക്കെയോ കുർബാനയെല്ലാം ഏൽപ്പിച്ച 563 കുർബാനയുണ്ടായിരുന്നു. അത് ചൊല്ലണമെന്ന് പറയാൻ. അത് ബിജുവിന് കൊടുക്കാൻ, ക്രിസ്റ്റീന് കൊടുക്കാൻ ആരോ ഏൽപ്പിച്ച 2,000 യൂറോ ഉണ്ടായിരുന്നു. അതെൻ്റെ ബാങ്കിലാണ് അത് നിക്ഷേപിച്ചത്, കൊടുത്തിട്ടില്ലായിരുന്നു. അതൊക്കെ വിളിച്ചു പറഞ്ഞതിൽ ഉത്തരപ്പേടം ഉണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഞാനുടൻ തന്നെ ഫോൺ വിളിച്ചിട്ട് പ്രൊവിൻഷ്യാലിനെ കിട്ടിയത് ഈ ജോസച്ചനെയാണ്, പഴയ പ്രൊവിൻഷ്യൽ. ഞാൻ ഇവരും തുറന്നു പറഞ്ഞ, അച്ഛാ ഞാൻ മരിക്കുകയാണ്, ഇതെൻ്റെ അവസാനത്തെ വിളിയാണ്. അതെ, എനിക്ക് ഇത്രയും കുർബാന ചൊല്ലി തീർക്കാറുണ്ട്. ദയവായിട്ട് പണം കിട്ടിയാലും ഇല്ലെങ്കിലും നിങ്ങൾ സഭയിൽ കുർബാന ചൊല്ലിയേക്കണം. അച്ഛൻ അതൊന്നും പറയാതെ, ഇല്ല ഞാൻ മരിക്കുകയാണ്. ഇല്ല അച്ഛൻ മരിക്കുകയാണ്, ഞാൻ ഇപ്പോൾ ഫോൺ പിടിച്ച് നിൽക്കുന്നത് പള്ളിക്കകത്താണ്. ഈശോ ജീവിക്കുന്നെങ്കിൽ ജെയിംസ് അച്ഛൻ മരിക്കില്ല. ഞാൻ പറഞ്ഞു, ബിജുവിന് 2,000 യൂറോയുടെ തുക എനിക്കറിയത്തില്ല എത്രയാ എക്സ്ചേഞ്ച്, അത്രയും രൂപ അവനെ കൊടുത്തേക്കണം എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ മറ്റു കാര്യങ്ങൾ, എൻ്റെ ശവം അവിടെ കൊണ്ടുപോകണം, അടക്കണം, ഇതെല്ലാം ഞാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഫോൺ താത്തു വെച്ചു. അതെ, ഞാൻ കുർബാന ചൊല്ലി. അവസാനം എനിക്ക് കുർബാന ഉയർത്താൻ ബുദ്ധിമുട്ട് വന്നു. കാരണം തളർച്ച, സംസാര ശക്തി കുറയാൻ തുടങ്ങി. കുർബാന ഒരു തരത്തിൽ തീർത്തു. ഞാൻ അബോധാവസ്ഥയിലായി. എനിക്ക് ആ സമയത്ത് എൻ്റെ ആധ്യാത്മിക മകനായ അത് ഓസ്ട്രിയയിലുള്ള ഒരച്ഛൻ വരികയും എനിക്ക് ജനറൽ അബ്സല്യൂഷൻ, എൻ്റെ പാപമോചനം തരികയും എനിക്ക് രോഗീലേപനം തരികയും ചെയ്തു. നല്ല ഓർമ്മയില്ല, ചെറിയ ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞാണ് ഞാൻ ബോധരഹിതനാകുന്നത്. പ്രിയപ്പെട്ടവരെ, അവിടെ വെച്ച് കർത്താവ് അത് വലിയ ദൈവാനുഭവം തന്നു. അതാണ് ഞാൻ പുസ്തക രൂപത്തിൽ എഴുതിയിരിക്കുന്നത്. ഐ സോ ഇറ്റേണിറ്റി, നിത്യത ദർശിച്ച നിമിഷമെന്ന് മലയാളത്തിൽ തലക്കെട്ട് കൊടുത്തു. നരകവും സ്വർഗവും പാതാളവും എല്ലാം കണ്ടു. പ്രിയമുള്ളവരെ, അത് വലിയൊരു അനുഭവമായിരുന്നു. അതൊന്നും ഞാൻ പറയാനല്ല ഇവിടെ ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അത് 2 ആഴ്ചത്തെ ആ കോമായിൽ നിന്ന് എഴുന്നേറ്റു. തളർന്ന് നിങ്ങൾ പറയണം, മുഴുവൻ തളർന്നു പോയില്ല, എൻ്റെ തലയുടെ പകുതിയേ തളർന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഇടത് തളർന്നുപോയി, വലത് തളർന്നില്ല. ഒരു കണ്ണും ഒരു ചെവിയും ബ്രെയിനിൻ്റെ തലച്ചോറിൻ്റെ ഈ ഭാഗവും തളർന്നില്ല. അതുകൊണ്ടാണ് ഓർമ്മശക്തി ഉള്ളത്. ഹല്ലേലൂയ. ഈ വശം തളർന്നുകൊണ്ട് എൻ്റെ ഞരമ്പ് മുഴുവൻ പോയി. ഞരമ്പ് പോയ പിന്നെ അറിയാമല്ലോ, മുഴുവൻ പോയി. അതുകൊണ്ടാണ് ഈ രോഗം ഒരു ബാക്ടീരിയ വന്ന്, അതായത് വലിയ പനി വന്നുള്ള ബാക്ടീരിയ നാടുകളെ നശിപ്പിക്കുന്നു, അതെ മാംസപേശികളെ തളർത്തുന്നു, അങ്ങനെ ആൾ തളരുന്നു. ഇതാണ് ഗില്ലാംപാറ രോഗം. പ്രിയപ്പെട്ടൊരു ലക്ഷത്തിലുള്ള ആൾക്ക് വരുന്നതാണ്.
പ്രായമായ രക്ഷപ്പെടുക എന്നുള്ള ചുരുക്കമാണ്. ചെറുപ്പക്കാരനെങ്കിൽ രക്ഷപ്പെടും. പ്രിയപ്പെട്ടവരെ, അതെ, എനിക്ക് മരണം കണ്ടുകൊണ്ട് ഈ വെന്റിലേറ്ററിൽ കിടക്കുന്നു 4 മാസക്കാലം. അതെ, ഞാൻ ബോധം തെളിഞ്ഞപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ ഈശോയോട് പറഞ്ഞെന്തെന്നറിയാമോ? ഈശോയെ, സംസാരിക്കാനുള്ള ശക്തി അങ്ങ് തന്നാൽ കിടന്നുകൊണ്ടായാലും കസേരയിൽ ഇരുന്നുകൊണ്ടായാലും ഞാൻ പ്രസംഗിക്കും. നാലു മാസം വെന്റിലേറ്ററിൽ കിടന്ന ഒരു വ്യക്തി, നിങ്ങൾ ഓർക്കണം, 2 ആഴ്ച കഴിഞ്ഞപ്പം ഒരു തെറപ്പിയും കൂടാതെ, ഒരു ലോഗോ തെറപ്പിയും കൂടാതെ, സംസാരത്തിനുള്ള യാതൊരു തെറപ്പിയും നടത്താതെ സ്ഫുടമായി സംസാരിച്ചു. കർത്താവ് വലിയവനാണ്, വലിയവനാണ്. അത്ഭുതങ്ങൾ ചെയ്യുന്നു, അടയാളങ്ങൾ ചെയ്യുന്നു. പ്രിയമുള്ള, ഇത് കണ്ടതാണ്. ഇനി ഇതിനൊരു കാരണമുണ്ട്, അത് പറയാതിരിക്കത്തില്ല എൻ്റെ ദിവികാരൻ്റെ നാഥൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ ബോധം കെട്ട് കോമായി കിടക്കുമ്പോൾ എൻ്റെ ആധ്യാത്മിക മകൻ ഒരു കുപ്പിക്കകത്ത് ഈശോയുടെ വിശുദ്ധ രക്തം ഗാബിയെ ഏൽപ്പിച്ചു. അതായത് കുർബാന ചൊല്ലി ആ വിശുദ്ധ രക്തം. എന്നിട്ട് പറഞ്ഞു, ദിവസവും ഓരോ തുള്ളി അച്ഛൻ നാവേ വെച്ചേക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, ബോധം കെട്ട് കിടന്ന അവസരത്തിലും ഇവർ കുർബാന എനിക്ക്, അതായത് നാവിൽ രക്തം ഒഴിക്കാൻ വരുമ്പോൾ അവർ പറയുന്നത് കണ്ണിമയ്ക്കുമായിരുന്നു. പല സമയത്തും ഞാൻ ആമേൻ ആമേൻ എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എനിക്കറിയാമായിരുന്നു ആ അബോധാവസ്ഥയിലും ഈശോ ആണ് അറിയുന്നത്. ആ ജീവിക്കുന്ന ആ വിശുദ്ധ കുർബാനയിലെ ഈശോ ആണ് എന്നെ ഇന്ന് സുഖപ്പെട്ട് ജീവനുള്ളതായി നയിക്കുന്നുവെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു, പ്രഘോഷിക്കുന്നു. യേശു ക്രിസ്തു ജീവിക്കുന്നു. അവനെ നമ്മൾ നേരിട്ട് കാണുന്നത്, സ്പർശിക്കുന്നത് വിശുദ്ധ കുർബാന അല്ല എൻ്റെ വിഷയമെങ്കിലും അത് വിശുദ്ധ കുർബാനയിലാണ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിഷയമാണ്. പണ്ടേ മുതൽ അത് ഞാൻ അനുഭവിച്ചു. പ്രിയമുള്ളവരെ, അത് ആ വിശുദ്ധ കുർബാനയിൽ തിരക്തമില്ലായിരുന്നെങ്കിൽ ഞാനിന്ന് കാണില്ലായിരുന്നു. നാട്ടിൽ വെച്ചാണെങ്കിൽ ഒരച്ഛന്മാരും അത് അങ്ങനെ തരികയില്ല. കാരണം അത് സുറിയാനി റീത്തിന് ചെരികയില്ല, അത് ലത്തീൻ റീത്തിന് പറ്റില്ല, മലങ്കരയ്ക്ക് ഒട്ടും പറ്റില്ല, കുപ്പിക്കകത്ത് രക്തം വെക്കാനോ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അത് യൂറോപ്പിലായതുകൊണ്ട് എനിക്ക് കിട്ടി. ഞങ്ങൾ നന്ദിയോടെ കർത്താവിന് നന്ദി പറയും, ആ സ്തോത്രം അർപ്പിക്കും. പ്രിയമുള്ളവരെ, നമുക്കറിയാം നമ്മുടെ പല പല ആചാരക്രമങ്ങളും ജീവിക്കുന്ന ആ ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് വരാൻ തടസ്സം. ഇനിയും സുവിശേഷ പ്രഘോഷണം ചിലപ്പോൾ തടസ്സം, സുവിശേഷ പ്രഘോഷണം ചിലപ്പോൾ തടസ്സമാണ്. ഇവിടെയാണ് നമ്മളൊക്കെ ഇപ്പോൾ വലിയ വലിയ അല്ലെ, നമ്മൾ സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ കൽതായ സുറിയാനിപ്പെട്ടവർ എന്താണ്, എത്ര രൂപതയാണ്, ബോംബെ രൂപത, ബാംഗ്ലൂർ രൂപത, ജർമ്മനി രൂപത, ഓസ്ട്രേലിയ രൂപത, എല്ലാവരും പെരുവിരലെ നടക്കുന്നു. അവർ പറയുന്നത് എന്താണെന്നറിയാമോ? സിറിയൻ റൈറ്റാറ് കേരളത്തിൽ നിന്ന് കോളനി സ്ഥാപിച്ചു. ഹല്ലേലൂയ. ഇത് സുവിശേഷ പ്രഘോഷത്തിന് എതിരാണ്. നമ്മൾ പ്രഘോഷിക്കേണ്ട റീത്തല്ല, സഭയല്ല, ജീവിക്കുന്ന യേശുവിൻ്റെയും യേശുവിൻ്റെ വചനവുമാണ്. ഏത് രാജ്യത്ത് ഏത് സ്ഥലത്ത് ചെയ്യുന്നുവോ ആ സ്ഥലത്തെ റീത്തിൽ അവിടെയുള്ള രീതിയിൽ അവർക്ക് വചനം കൊടുക്കുകയാണ് ഏറ്റവും ആവശ്യം. പ്രിയമുള്ളവരെ, ഇതാണ്. അതെ, എന്നോട് സന്തോഷ് മോൻ ചോദിച്ചു, അച്ഛൻ്റെ പിന്നാലെ ഇങ്ങനെ ആയിരക്കണക്കിന് പേർ ധ്യാനത്തിന് വരുവാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് നിങ്ങൾക്കറിയത്തില്ല എങ്കിൽ 1000-ൽ കുറഞ്ഞവർക്ക് ധ്യാനം ഞാൻ തരികയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഈ രോഗത്തിന് വന്ന ശേഷം ഞാൻ പറഞ്ഞിരിക്കുന്നത് 5000-ൽ കുറഞ്ഞാൽ ഞാൻ വരികയായിരുന്നു. ഞാൻ നയിക്കമ്പളമ്പലച്ചിനെ ഓർക്കുന്നത്, പണ്ട് കാലത്ത് ഒരു KST മീറ്റിംഗ് നടക്കുക, ഒരു ധ്യാനത്തിന് 100 പേരെ വേണോ 150 പേരെ വേണോ എന്നൊക്കെ ഇങ്ങനെ തല പുകഞ്ഞ് ആലോചിക്കുമ്പം ബഹുമാനപ്പെട്ട മാത്യുച്ചനോട് പറയുക, എൻ്റെ ജെയിംസ് അച്ഛാ, നമ്മൾ 5 ദിവസം ചിലവഴിച്ച് 150 പേരെ രക്ഷിച്ചാൽ മതിയോ? ധാരാളം പേരെ രക്ഷിക്കണ്ടേ? അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ സുവിശേഷ പ്രഘോഷ തീക്ഷ്ണത ഞാൻ അന്നാ കണ്ടത്. ജെയിംസ് അച്ഛാ, ആയിരക്കണക്കിന് ആളുകൾ ഒന്നിച്ചുകൂട്ടി എന്തുകൊണ്ട് കരിസ്മാറ്റിക് ധ്യാനം കൊടുത്തുകൂടാ? നമുക്കറിയാം, ലോകത്തിൽ ആയിരക്കണക്കിന് ആളുകളെ സംബന്ധിപ്പിച്ചുകൊണ്ട് ധ്യാനങ്ങൾ തുടങ്ങിയത് ആരാണ് എന്ന് ബഹുമാനപ്പെട്ട മാത്യുച്ചൻ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയാൻ കാരണം ഈ തീഷ്ണതയാണ് ഇന്നും എനിക്കുള്ളത്. 100 പേരുടെ 500 പേരുടെ ധ്യാനത്തിൽ വിളിച്ചാൽ ദൈവം അത്രയും സമയം പോരാ. പല ആളുകളും എൻ്റെ പ്രൊവിൻഷ്യാലച്ചൻ വരെ പറഞ്ഞു, അച്ഛാ ജർമ്മൻ പഠിച്ചു. ഞാൻ പറഞ്ഞു, ജർമ്മൻ പഠിച്ചാൽ ഞാനെന്താ മറ്റു ഭാഷ പഠിക്കണ്ടേ? ഫ്രഞ്ച് പഠിക്കണ്ടേ? പോളിഷ് പഠിക്കണ്ടേ? ചെക്ക് പഠിക്കണ്ടേ? കാരണം ഈ രാജ്യങ്ങളിലെല്ലാം ഞാൻ പോകുന്ന രാജ്യങ്ങളെ ഭാഷ പഠിക്കാൻ സമയം കഴിച്ചാൽ ഞാൻ പ്രാർത്ഥന പരിശുദ്ധാത്മാ പറയുന്നത് എന്താണെന്നറിയാമോ? ഭാഷ പഠിക്കാൻ ഉപയോഗിക്കുന്ന സമയം വചനം പ്രഘോഷിക്കുമെന്ന്. ഹല്ലേലൂയ. ഇനി എല്ലാ രാജ്യങ്ങളിലും വചനം പ്രഘോഷിക്കുമ്പോൾ എനിക്ക് തർജ്ജമ ചെയ്യാൻ ആളുകളുണ്ട് എല്ലാ ഭാഷയിലും. ഞാൻ ഇംഗ്ലീഷ് മാത്രമേ പറയുള്ളൂ, ഒരു ഭാഷയും പഠിച്ചിട്ടില്ല.
ഒരു ഭാഷയിൽ ഞാൻ പ്രസംഗിക്കുന്നില്ല. പിന്നെ കർത്താവ് വലിയ അനുഗ്രഹം തന്നു, 16 ഭാഷകളിൽ ദീപബലി അർപ്പിക്കുവാൻ. റഷ്യയിൽ വരെ, അവിടെ ഏത് പരിപാടിക്ക് അവിടെ ചെന്നാലും അവിടുത്തെ ഭാഷയിൽ ഞാൻ കുർബാന ചെല്ലും. തെറ്റുണ്ടാവും, അല്പം കൊഞ്ഞയൊക്കെ ഉണ്ടാവും, വ്യക്തമായിട്ടൊന്നും ആയിരിക്കില്ല. പ്രിയമുള്ള, അത് വലിയ കൃപയാണ്. ഞാനിവിടെ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ അവിടെ ചെന്ന് വേറൊരു കേരളം സ്ഥാപിക്കുകയല്ല വേണ്ടത്. അവിടെയുള്ള വെള്ളക്കാരെ ഈശോയിലേക്ക് ആകർഷിക്കണമെങ്കിൽ നാം അവരോടുകൂടി ഒരു മിഷനറി ആയിട്ട് താതാത്മ്യം പ്രാപിച്ചെങ്കിലും മതിയാവും. ഹല്ലേലൂയ. എന്നോട് പല കേരളത്തിലെ അച്ഛന്മാരും ചോദിച്ചു, അച്ഛാ, ഇത്രയും വെള്ളക്കാർ അച്ഛനോട് കൂടാനുള്ള കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു, കർമ്മനാണെങ്കിലും വെള്ളക്കാരോട് വെള്ളക്കാരനായി മാറിയാലേ പറ്റൂ. ഹല്ലേലൂയ. അതെ, അതിനുള്ള സന്മനസ്സുണ്ടാവണം. അതെ, നിശ്ചയമായിട്ടും അതിലൂടെ നമ്മുടെ പാരമ്പര്യം, നമ്മുടെ വാല്യൂസ്, നമ്മുടെ മൂല്യങ്ങൾ കൊടുക്കാം. നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ ഈ വന്നിരിക്കുന്ന ഈ കുടുംബം, ഇപ്പം എൻ്റെ കൂടെ ഒത്തിരി കുടുംബങ്ങളുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കർത്താനമാലാഹായം ചൊല്ലി കൊന്ത ചൊല്ലിയ ദിവസം ആരംഭിക്കും. വൈകുന്നേരം കൊന്ത ചൊല്ലും, മറ്റു പ്രാർത്ഥനകളും ചൊല്ലി മക്കൾക്ക് ഉമ്മയും കൊടുത്തേ കിടക്കുള്ളൂ. ഞാൻ പറഞ്ഞതെന്നറിയോ, എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ വീട്ടിൽ അങ്ങനെ ആയിരുന്നു. കേരളത്തിലെ നമ്മുടെ ആധ്യാത്മികത ഞാൻ പകർന്നു കൊടുക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആധ്യാത്മികത പകർന്നു കൊടുക്കാം, നമ്മുടെ മൂല്യങ്ങൾ പകർന്നു കൊടുക്കാം. പക്ഷേ നമ്മുടെ സംസ്കാരം കൊണ്ടുപോകാൻ പാടില്ല. ഹല്ലേലൂയ. അവരെ യൂറോപ്യൻസായിട്ട് കണ്ടത് വചനം കൊടുത്ത് അവരെ ഈശോയിലേക്ക് നയിക്കൂ എങ്കിൽ അതെ നമ്മുടെ ജോലി. അതെ, ഇതാണ് ഇന്ന് യൂറോപ്പ് കാത്തിരിക്കുന്നത്. അതെ, ഏറെ മിഷണറിമാരെ ആവശ്യമുള്ളതാണ്. ഇന്ന് യൂറോപ്പ് ക്രൈസ്തവമല്ല എന്ന് നിങ്ങൾക്കറിയാം. ഇല്ല, നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ ഞാൻ പറയുന്നു, ഒരു പേഗൻ സംസ്കാരമാണ് ഇന്ന് അവിടെ. നിങ്ങൾക്ക് അവിടെ ചെന്നാൽ കാണാൻ 90% യോഗാഭ്യാസം നടത്തുന്നവരാണ്. 90% പേരും. ഇനിയും റൈക്കി ആണ് പ്രധാനപ്പെട്ട മരുന്ന്. അത് ഇതെല്ലാമായിട്ട് ഒരു വീട്ടിൽ 5ഉം 6ഉം ബുദ്ധന്റെ വിഗ്രഹം കാണും. സ്ത്രീകളും പുരുഷന്മാരുടെയും ലോക്കറ്റിൽ കിടക്കുന്നത് ശിവന്, അല്ലെങ്കിൽ ഒരു പാമ്പ്, അല്ലെങ്കിൽ രാമ, ഇതൊക്കെയാണ്. ദൈവമല്ല എന്നോ അല്ലെ ഇത് മോശമാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ അവിടുത്തെ അച്ഛന്മാരാരും തയ്യാറാവില്ല. എന്നാൽ നാട്ടിൽ നിന്ന് ചെറു പഠിപ്പിക്കുന്ന യോഗ, ധ്യാനം, ബുദ്ധന്റെ സ്റ്റാച്യു നടക്കി വെച്ചുള്ള ധ്യാനങ്ങൾ, എന്നിട്ട് പറയും മഞ്ഞാക്കരച്ചിൽ വട്ടായിട്ട് ഇതൊക്കെ പറഞ്ഞ് തെറ്റാണെന്ന്. പ്രിയമുള്ളവരെ, അക്രൈസ്തവമായതിനെ അക്രൈസ്തവമാക്കാൻ പറ്റില്ല. അത് ക്രൈസ്തവ റൈക്കി, ക്രൈസ്തവ യോഗ നോൺസെൻസ്. പിശാചിന് മാമൂസ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? പ്രിയമുള്ളവരെ, ഹിന്ദുക്കളെ പേടിയാണെങ്കിൽ ഇതല്ല ചെയ്യേണ്ടത്. ഇവിടെ ഭയമാണ്. അപ്പോഴത്തേന് എന്തെല്ലാം വാക്കുകൾ കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും തരത്തിൽ കഴിഞ്ഞുകൂടണം. എന്നാ ഭയം എന്നറിയാമോ? ഭയം നമ്മുടെ സ്ഥാപനങ്ങൾ കൊണ്ടുപോകുമെന്ന്. കൊണ്ടുപോട്ടെ. ഇന്ന് സ്ഥാപനങ്ങളാണ് നമ്മുടെ വചനപ്രഘോഷത്തിന് തടസ്സം. പ്രിയമുള്ളവർ, ഇവിടെ സത്യമായിട്ട് പറയട്ടെ, ആദ്യം വേണ്ടത് സാക്ഷ്യമാണ്. എന്ത് സാക്ഷ്യം? കൊന്ത ചെല്ലുന്ന സാക്ഷ്യമോ? കുർബാന ചെല്ലുന്ന സാക്ഷ്യമോ? ഇല്ല. ഈശോയുടെ വചനം പാലിക്കുന്ന സാക്ഷ്യം. അവന്റെ വചനം എന്ത്? പരസ്പരം സ്നേഹിക്കൂ. ആ പരസ്പര സ്നേഹം കേരള സഭയ്ക്കുണ്ടോ? ആത്മശോധന ചെയ്യട്ടെ. ഈ 3 റീത്തുകൾക്ക് ആത്മാർത്ഥമായ സ്നേഹമുണ്ടോ? നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ റീത്തിനെതിരാ പറയുന്നത്. നാളെ പത്രത്തിൽ വരും. ഇവനെ എന്നെ ഒന്നുകൂടെ പിടിച്ചോണ്ട് പോകാൻ നോക്കും നിങ്ങൾ. ഭയമില്ല. എന്നാൽ സത്യം പറയാതിരിക്കത്തില്ല. സത്യം. ഞാൻ ഈശോടൊന്നും പ്രാർത്ഥിക്കാണ്, കേരളത്തിലെ ക്രിസ്ത്യാനികൾ കത്തോലിക്കൽ ഒന്നു ചേർന്ന് ഒരേ കുർബാന ചെല്ലുന്ന സമയം വരട്ടെ. എന്ത്? ഇന്ന് ഒരു സ്വർഗസ്ഥനായ പിതാവ് പോലും ഒന്നിച്ചേർന്ന് പറ്റില്ല. ലത്തീൻകാരന് ഒരു സ്വർഗസ്ഥനായ പിതാവേ ജപം, തുറിയാനിക്കാരന് വേറൊന്ന്, മലങ്കരക്കാരന് വേറൊന്ന്. ഇതെവിടെ നിന്ന് അവസാനിക്കും? പ്രിയമുള്ളവരെ, ഒരു വിശ്വാസ പ്രമാണം ചെല്ലാൻ പറ്റുന്നില്ല ഒന്നിച്ചേർന്ന്. എല്ലാം വ്യത്യസ്തം. പ്രിയമുള്ളവർ, നമ്മൾ അതെ ഒന്നാവുക, പരസ്പരം സ്നേഹിക്കുക. ഞാൻ ഒരു രീതിയിലും എതിരല്ല പ്രിയരെ. എന്നെ തെറ്റിദ്ധരിച്ചോ ഞാൻ പറയാതിരിക്കില്ല. ഈശോ പറഞ്ഞു പരസ്പരം സ്നേഹിക്കാൻ. നെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ടാണ് പിതാവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞത്, പിതാവേ, അങ്ങും ഞാനും ഒന്നായിരിക്കുന്നത് പോലെ ഒന്നായിരിക്കാൻ എൻ്റെ അനുഗാമികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്ന്. ഹല്ലേലൂയ. ആ പ്രാർത്ഥന ഇതുവരെ കേട്ടിട്ടില്ല. നമ്മളതിന് തടസ്സം. അതുകൊണ്ടാണ് നമുക്കിന്ന് സുവിശേഷം പ്രഘോഷിക്കാൻ യോഗ്യതയില്ല.
ആദ്യം ഈ ചങ്ങലകൾ പൊട്ടിക്കണം. നമ്മൾ ക്രൈസ്തവരായി തീരണം. അഥവാ നിങ്ങൾ കത്തോലിക്കരായി തീരൂ. എന്നിട്ട് വചനം പ്രഘോഷിക്കട്ടെ. കൈയടിച്ചുകൊണ്ട് ആളുകൾ വരില്ല, സ്തുതിച്ചുകൊണ്ട് വെച്ച ആളുകൾ വരില്ല, രോഗശാന്തി കൊടുത്തുകൊണ്ട് ആളുകൾ വരില്ല. ജീവിക്കുന്ന ഈശോയിലുള്ള സാക്ഷ്യം, അതിലേറ്റവും വേണ്ടത് സ്നേഹം. ഞാൻ ഓർത്തു പോവുകയാണ്, ഞാൻ കാരിശ്ഭവന് വന്ന് കേട്ടപ്പം എൻ്റെ ഒരു കസിൻ്റെ കൊച്ചു മകൻ ഗർഭം ധരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അബോർട്ട് ചെയ്യണമെന്ന്. കാരണം അമ്മയ്ക്ക് ക്യാൻസർ വന്നു തൊണ്ടയിൽ. അവളെന്നെ വിളിച്ചു, എൻ്റെ അച്ഛാ ഞാൻ പറഞ്ഞു, അയ്യോ മോള് ചത്താലും കൊച്ചിനെ വളർത്തണമെന്ന് ഞാൻ പറഞ്ഞു. അവിടെ ക്യാൻസറും പോയി, കൊച്ചിനെ അവൾ പെറ്റു. അപ്പോൾ അവൾക്ക് നിർബന്ധം ഞാൻ മാമോദിസ കൊടുക്കണമെന്ന്. ഞാൻ പറഞ്ഞു എൻ്റെ മോളെ ഞാൻ തരാം, അച്ഛൻ കൺവെൻഷൻ ചെയ്യുമ്പോൾ മാമോദിസ കൊടുക്കണം. ഞാൻ പറഞ്ഞു വിചാരിച്ചതിൻ്റെ അനുവാദം മേടിക്കുക, കാരിസ്മാവിലെ ചാപ്പൽ വെച്ച് ഞാൻ കൊടുക്കാം. കാരണം എനിക്കിപ്പോഴത്തെ സ്ഥിതിയിൽ സ്റ്റെപ്പും കടന്ന് പോകത്തില്ല. വിചാരിച്ചൻ പറഞ്ഞു എന്താണെന്ന് അറിയാമോ, കുട്ടി സുറിയാനി റീത്തിൽ സ്വന്തം ഇടവകയിൽ മാമോദിസ സ്വീകരിച്ചാലേ വാസ്തവാവൂ. ഈശോ പറഞ്ഞു ഗോ ആൻഡ് ബാപ്റ്റൈസ്, പോയി സ്നാനം കൊടുക്കുന്നു. അപ്പം നോക്കുന്നത് ഏത് റീത്തിൽ അവന് മാമോദിസ എന്നാ പ്രശ്നം, ഏത് പള്ളിക്കകത്താണെന്നാണ്. ഞാൻ പറഞ്ഞു ഒരു സുറിയാനിക്കാരൻ അച്ഛൻ തന്നെയാണ് സുറിയാനി റീത്തിൽ. അതെ കാരിശ്മാനിൽ ഞാൻ സുറിയാനിക്കാരനാണെന്നൊക്കെ അറിയാമല്ലോ. ഹല്ലേലൂയ. പക്ഷെ 3 റീത്തിലും ഞാൻ കുർബാന ചെല്ലും, 3 റീത്തിലും ഞാൻ ബഹുമാനിക്കുന്നു. അതെ ഞാൻ മലങ്കരക്കാരുടെ കൂടെ പോയാൽ മലങ്കര ചെല്ലും, അതെനിക്ക് ഗ്രിഗോർഷ്യ പിതാവ് തന്ന അനുവാദമാണ്. ഹല്ലേലൂയ. MSM ചേർന്നതുകൊണ്ട് ഞാൻ ലത്തീൻകാരനാണ്, പക്ഷെ ഒറിജിനലി ഞാൻ സുറിയാനി, എനിക്ക് പ്രശ്നമില്ല. പക്ഷേ എൻ്റെ ദൈവമേ ഒന്നായിട്ട് നിന്നാൽ എന്ത് മനോഹരം. അതെ ഞാൻ അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതും അതെ ആഗ്രഹിക്കുന്നതും. അതുകൊണ്ട് നിങ്ങൾ ഉയർന്ന ഒരു സദസ്സായതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ചിലതൊക്കെ ഞാൻ പറയുന്നത് വിവാദപരമായിരിക്കാം. ഇത് കേൾക്കുന്ന ചിലർക്കൊക്കെ എന്നോട് രോഷമുണ്ടായിന്ന് വരാം. പ്രിയപ്പെട്ടവരെ, അതെ നിങ്ങൾ ഓർക്കണം, കേരള സഭയ്ക്ക് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ പാരമ്പര്യത്തിന് 70 വർഷത്തെ പഴക്കമുള്ളൂ. 2000 വർഷങ്ങൾക്ക് തോമാശ്ലീഹ വന്ന് പൂർവികന്മാർക്ക് മാമോദിസ കൊടുത്തെങ്കിലും കിട്ടിയ മാമോദിസയുടെ കൃപ പെറ്റിപ്പെരുക്കിയതല്ലാതെ പ്രഘോഷിച്ചു കൊടുത്തിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് ആദ്യം പോയ മിഷണറിയായ ബഹുമാനപ്പെട്ട വയലച്ചൻ മരിച്ചിട്ട് 25 വർഷമായിട്ടുള്ളൂ. അതിനും പൊരുത്തം പോയിട്ടില്ല വടക്കേ ഇന്ത്യയിൽ വചനം പ്രഘോഷിക്കുവാൻ. ഇവിടെ വളർന്നതേ ഉള്ളൂ. എങ്കിൽ വലിയ പാരമ്പര്യം നമുക്കില്ല എന്ന് ഓർക്കണമേ. ഇപ്പോൾ നമ്മൾ തുടങ്ങി ഈ കരിസ്മാരി നവീകരണം വന്നോളൂ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. അവർക്കറിയാം കരിസ്മാരി നവീകരണം വന്നേ പിന്നെയാണ് നമുക്കൊരു ഉണർവ് ഉണ്ടായിരും ഇന്ന് സുവിശേഷീകരണത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. എങ്കിൽ പ്രിയമുള്ളവർ നമ്മൾ ഓർക്കണം, അതെ സുവിശേഷം പ്രസംഗിക്കണമെങ്കിൽ അതിർത്തി വരമ്പുകൾ തകർക്കണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ പോലെ യേശുവിൻ്റെ വചനം കേന്ദ്രീകരിച്ച് പൂർണ്ണ സമർപ്പണത്തോടെ അതെ കേന്ദ്രീകരിച്ച് വേണം പോകാൻ. ഏത് ആയാലും ശരി, എനിക്ക് വചനം പ്രഘോഷിക്കണം, എനിക്ക് വചനം പ്രഘോഷിക്കണം. അവിടെ ഞാൻ നോക്കേണ്ടത് സഭയല്ല. പ്രിയപ്പെട്ടവരെ, 3636 പേർക്ക് മാമോദിസ കൊടുത്തു എന്നറിഞ്ഞപ്പോൾ കേരളത്തിലെ ഒരു മെത്രാൻ എൻ്റെ പ്രൊവിൻഷ്യൽ അച്ഛനോട് ചോദിച്ചത് ആരുടെ അനുവാദത്തോടെ ഏത് മെത്രാനാണ് അനുവദിച്ചെന്ന്. ഹല്ലേലൂയ. ഓക്കെ, എനിക്ക് അനുവാദം ഉണ്ടായിരുന്നു, അബുദാബി പിതാവ് വരാമെന്ന് പറഞ്ഞു. പക്ഷെ അവസാനം സൂക്കേടായിട്ട് വരാൻ പറ്റില്ല. ഞാൻ അനുവാദം എല്ലാം ഒരിക്കലും ചെയ്തിട്ടില്ല. എങ്കിലും നോക്കണേ, ദൈവം ഇത്രയും പേര് രക്ഷപ്രാപിച്ചല്ലോ എന്നല്ല ചിന്ത. എന്നിട്ട് ഒരു രണ്ടാമത്തെ ചോദ്യം, ഏത് റീത്തിലാണ് മഞ്ഞാക്കളച്ചൻ അതെ മാമോദിസ കൊടുത്തെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതാണ് സങ്കുചിത മനസ്ഥിതി. ഇതിനെ തകർക്കണം. അതെ ഒരു ക്രിസ്ത്യാനിയായി ഒരു കത്തോലിക്കനായി ബൈബിൾ എഴുതി പോവുക. ഇന്നത്തെ നാട്ടിൽ ചെല്ലുന്നു, അവിടുത്തെ ലിറ്റർജി, അവിടുത്തെ രൂപത, അവിടുത്തെ ജനങ്ങൾ. എങ്കിൽ കേരള സഭയ്ക്ക് അതെ യൂറോപ്പിനെയോ അമേരിക്കയോ രക്ഷിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഞാൻ കാണുന്നത് എന്തുകൊണ്ട് ഇവിടെ ജോലിയില്ലാതെ, അത് കർത്താവാണ് ഇവിടെ കേരളക്കാർക്ക് ജോലി ഉണ്ടാക്കാത്ത അവസരം. എന്തിന് ധാരാളം ആളുകൾ പോകാൻ ഇവിടെ ജോലി അന്വേഷിച്ച് വിദേശങ്ങളിൽ പോകുന്നതിൽ ഭൂരിപക്ഷമാരാ ക്രിസ്ത്യാനികൾ, കത്തോലിക്കരാണ്. കർത്താവിൻ്റെ ഉദ്ദേശം അവർ മിഷണറിമാരാകണമെന്നാണ്. ഹല്ലേലൂയ. അവരിലൂടെ അതെ കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടണമെന്ന്. ഇന്ന് ഈ നവീകരണം വന്നതുകൊണ്ട് ഏറെ കരിസ്മാറ്റിക്കാരെ തീഷ്ണതയോടെ ആഗ്രഹിക്കുന്നുണ്ട് യൂറോപ്പിനെ നവീകരിക്കുവാൻ. നിശ്ചയമായിട്ടും സാധിക്കും. പക്ഷേ അവിടെ രൂപരേഖ സ്ഥാപിച്ച് അതെ അവിടുത്തെ റീത്തും വ്യാപിപ്പിച്ചിരുന്നാൽ അതെ അവിടെ ഇരിക്കുകയുള്ളൂ. ആ വെള്ളക്കാരെ കൈ കിട്ടില്ല, വെള്ളക്കാരിലേക്ക് ഈശോയെ കൊണ്ടുവരാൻ പറ്റില്ല. ഹല്ലേലൂയ. അതെ ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നു. അതെ
സ്നേഹത്തിലൂടെ പറയുന്നു, ഞാൻ ആരെയും വിമർശിക്കാൻ പറഞ്ഞതല്ല, നിങ്ങൾ പ്രാർത്ഥിക്കൂ അങ്ങനെയൊന്നുണ്ടാകാൻ. 2, നമ്മൾ പ്രസംഗിക്കേണ്ടത് വചനം മാറ്റി ചേർക്കാതെ. നമ്മൾ പ്രസംഗിക്കേണ്ടത് റൈക്കിയും യോഗയും സെൻ ബുദ്ധിസവും ബുദ്ധ ഒന്നും അല്ല. എന്തുമതി കന്യാസികൾ പോലും യൂറോപ്പിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ യോഗാഭ്യാസമാണ്. ഞാൻ യോഗയെപ്പറ്റി ഞാൻ എഴുതി, നിങ്ങൾ വായിച്ചു. യോഗ ക്രിസ്തീയമല്ല, ഹൈന്ദവമാണെന്നുള്ളത് വ്യക്തമാണ്. പ്രിയമുള്ളവരെ, അതിനെ നിരാകരിച്ചേ മതിയാവും. എനിക്കറിയാം ഒരു പക്ഷെങ്കിൽ ഇവിടെ മതപീഡനം ഉണ്ടായാൽ നമ്മൾ പൊട്ടും തൊട്ട് ചന്ദ്രനും പൂശി കുരിശെല്ലാം കളഞ്ഞ് എല്ലാവരും ഒന്നാകും. നിങ്ങൾ ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവരാണ്. ലോകത്തിന്റെ നല്ലെന്ന് ഓർക്കണം. നിങ്ങൾ ക്രിസ്തുവിന്റെ അനുഗാമികളാണ്. നിങ്ങൾക്ക് ശരീരത്തിൽ അടയാളമുണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ ഒരു അടയാളമായിരിക്കണം, ഹൈന്ദവന്റെയോ മുസ്ലിമിന്റെയോ അല്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുകയാണ്, എൻ്റെ മകൻ ജോസഫ് 7 മാസങ്ങൾക്ക് മുമ്പ് പിടിക്കപ്പെട്ടു. ICC പിടിച്ചു. കാരണം അവൻ ദുബായിലായിരുന്നു. ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് നയിക്കാൻ ഇറാഖിൽ പോയതാണ്. സിറിയയിൽ നിന്ന് പറഞ്ഞ ഏതാനും പേരെയും കൂട്ടി അവൻ ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കവേ അവനെ പിടിച്ചു. അവനെ 7 പേരെയും കൂടെ യേശുവിനെ ഉപേക്ഷിച്ച് അവനോട് പറഞ്ഞെന്താണ്, ഇസ്ലാം സ്വീകരിച്ച് മുഹമ്മദിനെ സ്വീകരിക്കാൻ. അവൻ പറഞ്ഞു നോ. അവർ കൈവെട്ടി. അവൻ പറഞ്ഞെന്തെന്നറിയാമോ, വെട്ടപ്പെട്ട അറ്റപ്പറ്റ എൻ്റെ കൈകൾ യേശു ക്രിസ്തു ദൈവമാണെന്ന് പ്രഖ്യാപിക്കുമെന്ന്. അവരുടെ കാല് വെട്ടി, 2 കാലുകളും വെട്ടി. അവിടെയും അവൻ പറഞ്ഞു, എന്നെ ഞുണ്ണമായി അരിഞ്ഞാലും എൻ്റെ ശരീരം മുറിക്കപ്പെട്ട ഓരോന്നും യേശു കർത്താവാന്ന് പറയും. നമുക്കറിയാം 1 കൊരിന്ത്യർ 12-ാം അധ്യായം വചനം 3, പരിശുദ്ധാത്മാവിലൂടെ എല്ലാവരും യേശു കർത്താവെന്ന് പറയാൻ ആർക്കും സാധ്യമല്ല. ആത്മാവിൽ തിളയ്ക്കുന്ന ഒരു തീപ്പണ്ടമായിരുന്നു ആ മകൻ. അവസാനം അവൻ്റെ തലവെട്ടി. ഞാൻ 2 ആഴ്ച കഴിഞ്ഞ് ഗ്രൂപ്പുകാരനെ വിളിച്ചു പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. എങ്കിലും എനിക്കറിയാം അവൻ്റെ ആത്മാവ് രക്തസാക്ഷിയായി എന്ന് പറയും. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്കറിയാമല്ലോ, ഇന്ന് യൂറോപ്പിലേക്ക് ഇവർ വരുന്നുണ്ട്, അഭയാർത്ഥികൾ. വായിക്കുന്നുണ്ടല്ലോ, ജർമ്മനി അതുകൊണ്ട് നിറഞ്ഞിരിക്കുക. ഒരു 50 സിറിയയിൽ നിന്ന് വന്ന കത്തോലിക്കർ. സിറിയൻ കത്തോലിക്കരാണെന്നറിയാമോ? ഇവിടുത്തെ സുറിയാനി ക്രിസ്ത്യാനിയെ പോലെ തന്നെ അതേ പാരമ്പര്യമുള്ളവരാണ്. തോമാസ് ശ്ലീഹായുടെ ക്രിസ്ത്യാനികളാണ് സിറിയയിലുള്ളത്, ഓർത്തോണം. അവർ 50 പേര് 6 മാസം മുമ്പ് ഓസ്ട്രിയ വിയന്നായി വന്നു. എന്നിട്ട് 2 ആഴ്ച മുമ്പ് അവിടുത്തെ കത്തീഡ്രലിലെ വികാരിയോട്, അതായത് വികാരി ജനറലോട് ചെന്ന് പറഞ്ഞു, ദയവായിട്ട് തിരിച്ച് സിറിയയ്ക്ക് പോകാനുള്ള പരിപാടി ഞങ്ങൾക്ക് തന്നു. അപ്പോൾ ചോദിച്ചു, അയ്യോ, അവിടെ മതപീഡനമായിട്ടല്ലേ നിങ്ങളെ ഇവിടെ ഞങ്ങൾ സ്വീകരിച്ചതും കൊണ്ടുവന്നതല്ല എന്നും പറഞ്ഞു. ഇവിടുത്തെ ക്രൈസ്തവ ജീവിതം കണ്ടിട്ട് ഞങ്ങൾ മതിയായി. ഞങ്ങൾക്ക് അവിടെ പോയി ഡീസൻ്റായിട്ട് ക്രൈസ്തവരായ കത്തോലിക്കരായി ജീവിച്ചു മരിക്കുന്നതാണ് ഇവിടെ വിയന്നായി തിന്നുകുടിച്ച് ഈ ക്രൈസ്തവ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് എന്ന്. വേറെ പക്ഷേ പറഞ്ഞാൽ യൂറോപ്പിലെ ക്രൈസ്തവ ജീവിതം കണ്ടപ്പോൾ അവർക്ക് ഉറപ്പായി, കുമ്പസാരമില്ലാത്ത, കൂരാശയില്ലാത്ത, പള്ളിയിൽ പോകാത്ത ക്രിസ്ത്യാനികൾ, നമ്മ മാത്രമായി ഒരു മാമോദിസ സ്വീകരിച്ച ക്രിസ്ത്യാനികൾ, പള്ളികൾ ശൂന്യമായി കിടക്കുന്നു, അവർക്ക് സഹിക്കാൻ പറ്റില്ല പറഞ്ഞാണ് ഞങ്ങളെ സിറിയയ്ക്ക് തിരിച്ചുകൊണ്ട് വിടുക. അവിടെ മതപീഡനം സഹിച്ച് തലവെട്ടപ്പെടാൻ ആഗ്രഹിക്കുന്നതെന്ന്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട, ഇവിടെയാണ് ഒരു ക്രിസ്ത്യാനിയുടെ ചുടുരക്തം തിളയ്ക്കണം യേശുവിനെ പറ്റി. ഹാവ് എ പാഷനേറ്റ് ലവ് ഫോർ ജീസസ് ആൻഡ് ഹാവ് എ പാഷനേറ്റ് ലവ് ഫോർ എ ചർച്ച്. ഞാൻ സഭയ്ക്കെതിരാണെന്ന് എന്നെപ്പറ്റി വ്യാഖ്യാനിക്കരുത്, ഓർത്തോണം. എനിക്കറിയാം ഒരു സഭയുള്ളൂ രക്ഷിക്കപ്പെടുവാനായിട്ട്, കത്തോലിക്ക തിരുസഭ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 16 മുതൽ വചനങ്ങൾ. പത്രോസേ നീ പാറയാകുന്നു പറഞ്ഞ് സ്വർഗത്തിന് താക്കോൽ ഏൽപ്പിക്കപ്പെട്ട സഭയാണ് കത്തോലിക്ക സഭ. ഹല്ലേലൂയ. ആ പച്ചക്കെ ഞാൻ പറയും, യൂറോപ്പിലും പറയും, നിനക്ക് സ്വർഗത്തിൽ പോകാൻ താക്കോൽ വേണോ, കത്തോലിക്ക സഭ ചേരൂ. ഹല്ലേലൂയ. നീ കത്തോലിക്ക സഭയിലായിരിക്കൂ. കർത്താവിന്റെ വചനങ്ങൾ വളച്ചൊടിക്കരുത് എന്ന് പറഞ്ഞതുപോലെ അവരെ സന്തോഷിപ്പിക്കാൻ, രോഗിയായിരിക്കാം, യോഗ നടത്തിയ നല്ലതാണ്, അല്ലെങ്കിൽ മറ്റ് ഹൈന്ദവ ആചാര്യങ്ങൾ നടത്തിയ വെറുതെ വിളിക്കുക. ഇതൊക്കെ നമ്മൾ മായം ചേർക്കാതെ ക്രൈസ്തവ വിശ്വാസമാണ് പകർന്നു കൊടുക്കേണ്ടത്. നമ്മൾ പൂച്ചു ചേർത്ത ക്രൈസ്തവ വിശ്വാസം കൊടുത്താൽ ആരും വരില്ല. നിങ്ങൾ ഓർക്കണം, യൂറോപ്പിലും മറ്റ് സ്ഥലങ്ങളിൽ കലപ്പില്ലാത്ത വചനം കേൾക്കുന്നവർ ചുരുക്കമാണ്. അവിടുത്തെ അച്ഛന്മാരാരും പ്രസംഗിക്കുന്നവരല്ല. അവിടെ ജോലി ചെയ്ത സിസ്റ്റേഴ്സ് ഉണ്ട്, അവരോട് ചോദിച്ചു നോക്കെ. സത്യങ്ങളൊന്നും തുറന്നു പറയില്ല, അവർക്ക് അതിനുള്ള ഇതില്ല, ചങ്കൂറ്റമില്ലെന്ന് മാത്രമല്ല യോഗ്യതയും ഇല്ലെന്ന് വരെ പറയും. ഞാനിതൊക്കെ പച്ചക്കെ പറയുമ്പോൾ അവർ പറയാം, അച്ഛൻ വിദേശീയനാണ്ട് പറയാം, ഞങ്ങൾക്ക് ഇവിടെ പറഞ്ഞാൽ നിൽക്കാൻ പറ്റുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അവിടെയാണ് സത്യമായി വചനം പ്രഘോഷിക്കുന്ന, സത്യമായ സഭയെ പ്രഘോഷിക്കുന്നവരെ നമ്മൾ മാറേണ്ടത്. സങ്കുച മനസ്ഥിതികൾ വെടിഞ്ഞുകൊണ്ട് കലർപ്പില്ലാത്ത വിശ്വാസം പകർന്നു കൊടുക്കേണ്ടത്.
പ്രിയപ്പെട്ടവരെ, അതെ ഇതിന് ഞാൻ ഓർക്കാൻ, നുണ പറയരുത് ഒരിക്കലും, കള്ളം പറയരുത്. കള്ളം പറഞ്ഞാൽ അവിടെ ഈശോ ഇല്ല. ഈശോ സത്യമാകുന്നു. സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് കള്ളം പറയാൻ പാടില്ല. ഞാൻ ഓർക്കുകയാണ്, അടുത്തൊരു നാളില് ഏതാനും ഓസ്ട്രിയക്കാരൻ്റെ ഇടയ്ക്ക് വന്ന് ചോദിച്ചു, കേരളത്തിൽ എവിടെയാണ് 5000 പേരുടെ അനാഥശാലയെന്ന്. എൻ്റെ കർത്താവേ, ഞാൻ കേട്ടിട്ടില്ല കേരളത്തിൽ 5000 പേരുടെ പിള്ളേരെ നോക്കുന്ന അനാഥശാല. ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല, ഞാൻ പോന്നേപ്പേനുണ്ടായെന്ന്. ആരോ ഒരു പാശയും തന്നെ കാശ് പിരിക്കാനായിട്ട് ആ പാവം വെള്ളക്കാരോട് പറഞ്ഞതാണ്. ഹല്ലേലൂയ. അനാഥശാലയിൽ നിൽക്കുമ്പോൾ കൈ തുറന്ന് കാശ് കൊടുക്കും. ഈ കാശിന് വേണ്ടി, പൈസയ്ക്ക് വേണ്ടിയുള്ള പരിപാടി നിർത്തണമേ. നമ്മൾ ആഗ്രഹിക്കേണ്ടത് ആത്മാക്കളെ. ആ കാൽവരി മാറിക്കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവിന് ദാഹം തീർക്കുവാൻ, ആത്മാക്ക് വേണ്ടിയുള്ള ദാഹത്താൽ എരിയുന്ന ഹൃദയം പ്രിയ സുവിശേഷ പ്രഘോഷകരെ നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടിയോ, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയോ, സ്ഥാപനങ്ങൾക്ക് വേണ്ടിയോ, സഭയ്ക്ക് വേണ്ടി പണമായിരിക്കരുത് മോഹം. ഏറെ ഉദാഹരണങ്ങൾ എനിക്ക് പറയാനുണ്ട് മക്കളെ. ഹൃദയം നിറയെ ആളുകൾ വന്ന് ചോദിക്കുമ്പം, കേരളത്തിൽ ലെപ്രസോറി ഉണ്ടോ വെച്ചാ എന്ന് പറഞ്ഞാൽ കുഷ്ഠരോഗ ആശുപത്രി ഉണ്ടോ എന്ന്. എനിക്കറിയത്തില്ല എവിടെയാണെന്നപ്പോൾ. അവിടെ പ്രഘോഷിക്കുന്നവർ പറഞ്ഞിരിക്കുകയാണ്, കേരളത്തിലെ കുഷ്ഠരോഗികളൊക്കെ വേണ്ടിയുള്ള ആശുപത്രി ഉണ്ട്, അവരെ സഹായിക്കാൻ പൈസ വേണമെന്ന്. കുഷ്ഠരോഗികൾ കേൾക്കുമ്പോൾ കയ്യിലുള്ള മുഴുവൻ കൊടുക്കും വെള്ളക്കാർ. എന്ത് നുണ! അങ്ങനെ നുണ പറയുന്നവരുടെ കർത്താവ് പ്രവർത്തിക്കുകയില്ല. ഹല്ലേലൂയ. അവൻ പൈസയും കൊണ്ട്, ആ പൈസയും കൊണ്ട് നരകത്തിലേക്ക് പോകും. ഹല്ലേലൂയ. ഞാൻ ഒത്തിരി പറയാനുണ്ട്, നിർത്തുകയാണ്. ക്ഷമിക്കണം, ഞാൻ അതിപ്രസംഗം പറഞ്ഞെങ്കിൽ ക്ഷമിക്കും. ഞാൻ അതിപ്രസംഗം പണ്ടേ മുതൽ, ചെറുപ്പം മുതൽ ഒത്തിരി പറയാനുണ്ട്. എന്നെ നിർത്താനായിട്ടാണ് വന്നിരിക്കുന്നത്. അല്ലേ, സമയം കഴിഞ്ഞു. സമയം നീട്ടാൽ നിങ്ങൾക്ക് ചോറും താളത്തിലാവും. അതുകൊണ്ട് ഞാൻ ഒന്ന് പ്രാർത്ഥിച്ച് നിർത്താം. എന്ത് പറയുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ഒത്തുകൂടെ പറയാൻ തോന്നുന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട് ഞാനല്പം പ്രാർത്ഥിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാനുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ എൻ്റെ ഇമെയിലുണ്ട്, jmanjakal@yahoo.com. എൻ്റെ ഏതാനും പുസ്തകങ്ങൾ ഇവിടെ ജോസഫൻ കൊണ്ടുവന്നിട്ടുണ്ട്. വേണമെങ്കിൽ അതിൻ്റെ വായിക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ കാരിശ്ഭവനിൽ എൻ്റെ പുസ്തകമെല്ലാം അവൈലബിൾ ആണ്. ഞാൻ എനിക്ക് വേണ്ടി പരസ്യത്തിനോ കാശുണ്ടാക്കാനല്ല, എൻ്റെ ആ ദൈവാനുഭവം പങ്കുവയ്ക്കുന്ന ഐസ് ഓഫ് ഇറ്റേണിറ്റി ഇംഗ്ലീഷിലും മലയാളത്തിലുമുണ്ട്. ഇന്ന് 12 ഭാഷകളുള്ള പുസ്തകമാണ്. ഞാൻ കണ്ടതുമാണ്. അപ്പോൾ ഇവിടെയെല്ലാം ഞാൻ കണ്ടപ്പോൾ ഞാൻ സ്വർഗത്തിൽ ലിറ്ററേച്ചർ കണ്ടെന്നേ. ഇതൊക്കെ പറയാതിരിക്കുന്നത് എങ്ങനെയാ മക്കളെ? അതായത് സ്വർഗം കണ്ടു, മാതാവിനെ കണ്ടു, ഔഷധപ്പിലാനെ കണ്ടു, പുണ്യന്മാരെ കണ്ടു, എൻ്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചവരെ, സഭയിൽ നിന്ന് മരിച്ചവരെ, ഞാൻ ധ്യാനം നടത്തിയ ആളുകൾ മരിച്ചുപോയി സ്വർഗത്തിൽ ചെന്നവരെ അതേസമയം ശുദ്ധീകരണ സ്ഥലത്തിലും കണ്ടു. സ്വർഗത്തിൽ ചെന്നപ്പോഴത്തെ കുർബാന ഭയങ്കരമായിരുന്നു. എല്ലാ സാമാരും ബിഷപ്പ്മാരും റീത്ത് ഫേരമേനി ഒരു വലിയ ഓസ്തിയെ പിടിച്ചിരിക്കുകയാണ്. ആ ഓസ്തിയുടെ വലുപ്പം, എൻ്റെ വ്യാസം പറഞ്ഞതിൻ്റെ നമ്പരാൻ എനിക്ക് പറയാൻ പറ്റില്ല. എല്ലാവരും പിടിച്ചിട്ടുണ്ട്. വലിയൊരു കാഴ്ചയായിരുന്നു. അവരൊന്നിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു, പ്രൈസ് ചെയ്യുന്നു, എല്ലാവരും കൈയടിക്കുന്നു, ഡാൻസ് ചെയ്യുന്നു. അപ്പം ഞാൻ ഓർത്തു, ദൈവമേ, ഈ കരിഷ്മാറ്റിക് പ്രസ്ഥാനം എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ പോകാനായിട്ട് ആളുകളെ പഠിപ്പിക്കുന്ന പ്രസ്ഥാനമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്നും ഓർക്കണമേ. കാരണം നമ്മുടെ കർത്താവിൻ്റെ കൃപയിലൂടെ നമ്മൾ ഏകമനസ്സോടെ, ഏകഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം പറയുന്ന, കർത്താവിനെ സ്തുതിക്കുന്ന വ്യക്തികളായിട്ട് രൂപാന്തരപ്പെടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ആ ലിറ്ററേച്ചറുടെ സമയത്ത് ഈ അച്ഛന്മാരും മത്താന്മാരും പ്രശോഭിക്കുന്നവരായിട്ട്, പുണ്യന്മാരായിട്ട്. ഞാൻ അതുകൊണ്ടാണ് അത് എൻ്റെ അനുഭവത്തിന് ശേഷം കുർബാന ചെല്ലുമ്പോൾ എൻ്റെ മനസ്സിൽ കാണുന്ന ഈ ലോകത്തിലുള്ള ഏകദേശം 4.5 ലക്ഷം വൈദികരുണ്ട്, 5ഓളം. അവരോടുകൂടി മനസ്സൊന്നായി തീർന്നുകൊണ്ട് ഈ സ്വർഗത്തിലുള്ള കോടാനുകോടി വിശുദ്ധരായ വൈദികരോട് ചേർന്ന് ഞാൻ ബലിയർപ്പിക്കുന്നത്. കാരണം ഏകബലി, കർത്താവിൻ്റെ ഏകബലി. മഞ്ഞാക്കലച്ചൻ്റെ കുർബാനയോ നായ്ക്കമ്പറമ്പിലച്ചൻ്റെ കുർബാനയൊന്നും ഇല്ല. ഒറ്റ കുർബാനയേ ഉള്ളൂ, ഈശോയുടെ ബലി. ഹല്ലേലൂയ. ഞങ്ങളൊക്കെ ആരാണ്? സെലിബ്രൻസ്. അത് സെലിബ്രേറ്റ് ചെയ്യുന്നവർ, അത് കർമ്മം ചെയ്യുന്നവർ മാത്രം, കാർമ്മികർ മാത്രം. പ്രിയമുള്ള യഥാർത്ഥ ഒരു പുരോഹിതൻ ഈശോയാണ്. അവിടെ വെച്ച് ഞാൻ കാണുന്നത് എന്താണ്? ഒന്നിച്ചു ചേർന്നുള്ള ബലിയർപ്പണം. ഭാഷയില്ല, റീത്തില്ല, ഒന്നുമില്ല, ഒന്നായിട്ട്. പ്രിയമുള്ളവർ, നമുക്ക് ഒന്നാകാം, യേശുവിൽ ഒന്നായി തീരാം. ഒന്നായി നമ്മൾ, യേശുവിൽ ഒന്നായി നമ്മൾ, ആത്മാവിൽ ഒന്നായി നമ്മൾ, സോദരരാ ഒന്നായി നമ്മൾ, യേശുവിൽ ഒന്നായി നമ്മൾ, ആത്മാവിൽ ഒന്നായി നമ്മൾ, സോദരരായി. എഴുന്നേറ്റുന്ന തോളെ കൈയിട്ടാണ് ഞാൻ പാടിക്കാറുള്ളത്. ഒന്നായി നമ്മൾ, യേശുവിൽ ഒന്നായി നമ്മൾ, ആത്മാവിൽ ഒന്നായി നമ്മൾ, സോദരരായി. ദൈവം നമ്മുടെ ഏകപിത, സ്വർഗം നമ്മുടെ നിത്യഗ്രഹം,
ഭൂമിയിൽ തീർത്ഥക ജനപരമായി ഭൂമിയിൽ ദൈവമായി ദൈവം നമ്മുടെ ഏകപിത സ്വർഗം നമ്മുടെ നിത്യഗ്രഹം ഭൂമിയിൽ തീർത്ഥക ജനപരമായി ക്രൈസ്തവ ശൂരരായി ഒന്നായി നമ്മൾ യേശുവിൽ ഒന്നായി നമ്മൾ ആത്മാവിൽ ഒന്നായി നമ്മൾ സോദരരാ 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 വചനശക്തി ആത്മാവിൽ കത്തിപ്പടരുന്ന ദൈവസ്നേഹാഗ്നി.